അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. ആദരണീയനായ മുജാഹിദ് സെൻറ്റർ അഡ്മിനിസ്ട്രേറ്റർ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ കാലമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുമായി സ്നേഹബന്ധം പുതുക്കാനും ആദർശബന്ധം ശക്തിപ്പെടുത്താനും അവസരം ലഭിച്ചതിലതിയായി സന്തോഷിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. ബാഖിയാത്തു സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പരിമിതമായ സമയത്തിനുള്ളിൽ ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും ശ്രേഷ്ഠതയും നാം പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതും ഉൾക്കൊണ്ടിട്ടുള്ളതുമാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ധന്യമാക്കേണ്ടതുണ്ട്. ഇത് ഖുർആൻ പലയിടങ്ങളിലും സൂചിപ്പിക്കുന്ന കാര്യമാണ്, നമ്മളൊക്കെ മനസ്സിലാക്കിയതുമാണ്. ആമനു വ അമിലു സ്വാലിഹാത്തി എന്ന പ്രയോഗം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ എന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് നമുക്കെല്ലാവർക്കും സുപരിതമായ ചെറിയ അധ്യായമായ സൂറത്തുൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാകുന്നു. തുടർന്നുകൊണ്ട് ഖുർആൻ പറഞ്ഞത് ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുന്ന മാർഗം ഈ സൂറ നമുക്ക് വിശദീകരിച്ചിരുന്നത് വിശ്വാസവും സൽക്കർമ്മങ്ങളും അത് ഉൾക്കൊള്ളുന്ന മനുഷ്യർ പരസ്പരം ക്ഷമ കൊണ്ടും അതുപോലെ തന്നെ സത്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ആ ബാധ്യത നിർവഹിക്കുകയും ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഈമാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പരലോകത്ത് എത്തിപ്പെടുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകാര്യയോഗ്യമായി തീരുവാനും അംഗീകരിക്കപ്പെടുന്ന അമലായി മാറണമെങ്കിലും അതിൻ്റെ ഒന്നാമത്തെ നിബന്ധന അത് ഈമാനോടുകൂടി ആയിരിക്കുക എന്നും നമുക്കറിയാവുന്നതാണ്. വിശ്വാസമില്ലാത്ത വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ പരലോകത്ത് പ്രതിഫലാർഹമായിരിക്കുകയോ സ്വീകരിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ഇല്ല എന്നതും വിശുദ്ധ ഖുർആനിൻ്റെ വ്യക്തമായ പാഠമാണ്. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബിലിക, ഖുർആൻ സൂചിപ്പിക്കുന്നു, നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന പ്രവാചകന്മാർക്കും നാം വഹി നൽകിയിരിക്കുന്നു, ദിവ്യ സന്ദേശം നൽകിയിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഖുർആൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. പ്രവാചകനും അതിനു മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന സകലമാന പ്രവാചകന്മാർക്കും നാം നൽകിയിരിക്കുന്ന വഹി, അതിൽ ഖുർആൻ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ലൈൻ അഷ്റക്ത, നീ അള്ളാഹുവിൽ പങ്കു ചേർത്തുകയാണെങ്കിൽ ലയഹ്ബത്വന്ന അമലുക്ക്, നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമായിപ്പോയി എന്നുള്ളതാണ്. ആ പ്രവർത്തനങ്ങൾക്ക് പിന്നെ മൂല്യമില്ല, അത് സ്വീകാര്യയോഗ്യമല്ല, അത് അംഗീകരിക്കപ്പെടുന്നതല്ല, അത് പരലോകത്ത് പ്രതിഫലാർഹമായി തീരുന്നതല്ല എന്ന് കണിശമായി ശക്തമായി ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ബോധ്യപ്പെടുത്തുന്നത് നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന സകലമാന പ്രവാചകന്മാർക്കും നാം നൽകിയിരിക്കുന്ന വഹി, ആ ദൈവിക സന്ദേശം, ദിവ്യ സന്ദേശം എന്ന രൂപത്തിൽ തന്നെയാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് എവിടെ നമുക്ക് കർമ്മങ്ങൾ നിഷ്ഫലമാകുന്നു എന്ന് ഈ ചർച്ചയുടെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കാം. ഇനി നമുക്ക് ആലോചിക്കുവാനുള്ളത്, ഈ പ്രവർത്തനത്തെ
നമുക്ക് എങ്ങനെ നന്നാക്കിയെടുക്കാൻ സാധിക്കും, അതിനെ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരുപാട് അമലുകൾ ചെയ്യുന്നു. ഈ അമലുകളെ നമുക്ക് എങ്ങനെ നന്നാക്കാനും മെച്ചപ്പെടുത്താനും സാധിക്കും എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായി ഓതിവച്ച വചനം നമുക്ക് സുപരിതമാണ്. സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ അധ്യായത്തിലെ 46-ാമത്തെ വചനമാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്ത്, സന്താനങ്ങൾ ഇതെല്ലാം തന്നെ ഐഹികമായ ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാകുന്നു എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബാക്കിയാകുന്നത് അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ. ആ അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിങ്ങളുടെ റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലത്തിൽ ഏറ്റവും ഗുണമേറിയതും ഉത്തമമായ പ്രതീക്ഷ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതും എന്നാണ് ഖുർആൻ ബോധ്യപ്പെടുന്നത്. സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കൂ ഖുർആൻ്റെ ആ പ്രയോഗം. ഒന്ന്, നമ്മുടെ സമ്പത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ മറ്റ് സൗകര്യങ്ങൾ, കുട്ടികൾ, സന്താനങ്ങൾ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതെല്ലാം തന്നെ ഈ ഐഹികമായ ജീവിതത്തിൻ്റെ അലങ്കാരമാകുന്നു എന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പലയിടത്തും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സമീപനങ്ങൾ നമ്മൾ എവിടെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും നേട്ടങ്ങളും, അവിടെ ഉണ്ടാകുന്ന ഐശ്വര്യവും, അവിടെ ഉണ്ടാകുന്ന അംഗീകാരവും, അതിൽ മൂലം ലഭ്യമാകുന്ന പ്രതാപവും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി നെട്ടോട്ടമിടുകയും അതിനുവേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുകയും അതിനുവേണ്ടി ത്യാഗം ചെയ്യുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനപ്പുറമുള്ള അനശ്വരമായ ഒരു ലോകത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുനിയാവ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ സമ്പത്താകട്ടെ, സന്താനങ്ങളാകട്ടെ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നാം ഇന്ന് പ്രഭാതം മുതൽ ഇതുവരെ അധ്വാനിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് നോക്കാൻ സാധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം എന്താണ്? ഒന്നുകിൽ നമ്മുടെ സമ്പത്തിൻ്റെ വർധനവിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി. നമ്മളൊക്കെ രാപ്പകലില്ലാതെ പണിയെടുക്കുന്നത്, വിയർപ്പൊഴുക്കുന്നത്, കഠിനാധ്വാനം ചെയ്യുന്നത്, നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, നമുക്ക് സമയമില്ലാതെ നെട്ടോട്ടമോടുന്നത്, ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒന്നുകിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ട സൗകര്യങ്ങൾ, ഏതെല്ലാം നിലക്കുള്ള സൗകര്യങ്ങളാണോ അവർക്ക് ഒരുക്കി കൊടുക്കാനുള്ളത്, ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും അതോടൊപ്പം നമ്മുടെ സാമ്പത്തികമായ രംഗത്ത് എന്തെല്ലാം അഭിവൃദ്ധിയും പുരോഗതിയും വളർച്ചയും നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കുമോ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിലും അധ്വാനങ്ങളിലും പരിശ്രമങ്ങളിലുമാണ് നാമൊക്കെ നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെലവഴിച്ചിരിക്കുന്ന സമയം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇന്നൊരു പക്ഷേ സുബൈ നമസ്കാരത്തിൻ്റെ മുമ്പോ അല്ലെങ്കിൽ സുബൈ നമസ്കരിച്ച ഉടനെയോ ഞാനും നിങ്ങളും ഫീൽഡിലാണ്. ഈ സമയം വരെ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും നമ്മൾ ചെലവഴിച്ചതും ഒരുപക്ഷെ നമസ്കരിക്കാൻ വേണ്ടി നീക്കി വെച്ച ഒരു 10-20 മിനിറ്റ് വെച്ച് ബാക്കി സമയം മുഴുവനും നമ്മുടെ ശ്രദ്ധ എവിടെയായിരുന്നു? നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിന് വേണ്ടി. അൽ മാലു വൽ ബനൂൻ, ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമായി മാറുന്നത്. പക്ഷേ അത് ഐഹികമായ ജീവിതത്തിലെ, ഭൗതികമായ ജീവിതത്തിലെ അലങ്കാരം മാത്രമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അലങ്കാരത്തിന് വേണ്ടി, അലങ്കാരമെന്നോ മോടി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ പുറമെ കാണുന്ന ബാഹ്യമായ ആ അലങ്കാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് നേടിയെടുക്കാനുള്ള ലക്ഷ്യം നമ്മൾ വിസ്മരിക്കുന്നത് കൊണ്ടാണ് ഖുർആൻ അവിടെ സൂചിപ്പിച്ചത്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞു വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ഇന്നും അവശേഷിക്കുന്ന ശാശ്വതമായി നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളുണ്ട്. ആ സൽക്കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ നിൻ്റെ റബ്ബിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പ്രതിഫലത്തിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത്. ഹൈറുൻ ഇൻദ റബ്ബിക സവാബൻ എന്നാണ് ഖുർആൻ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നിൻ്റെ റബ്ബിങ്കിൽ, നിൻ്റെ രക്ഷിതാവിങ്കിൽ, നിൻ്റെ രക്ഷകനിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രതിഫലമായി തീരുന്ന, ഉത്തമമായ പ്രതിഫലം ലഭിക്കുന്ന, ഗുണമേറിയിരിക്കുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മെച്ചമായി വഹൈറുൻ അമല, നിങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകേണ്ട ഏറ്റവും ഉത്തമമായ കാര്യവും നിങ്ങളുടെ ജീവിതത്തിലെ ബാക്കിയാത്തു സ്വാലിഹാത്താകുന്നു എന്നാണ് ഖുർആൻ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 19-ാമത്തെ അധ്യായം 76-ാമത്തെ വചനം അവിടെ ഖുർആൻ വിശദീകരിക്കുന്നു. നോക്കൂ നമ്മൾ, വയസീദുല്ലാഹുല്ലദീന ഹുത്തദൗ ഹുദ, അള്ളാഹു സന്മാർഗം സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് സന്മാർഗ നിഷ്ഠ വർദ്ധിപ്പിച്ചു കൊടുക്കും. നേരത്തെ ഖുർആൻ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നത് ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളും അതിൻ്റെ സൗകര്യങ്ങളുമായ സമ്പത്തും സന്താനങ്ങളുമായി കെട്ടിപ്പണച്ചുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്
അതിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചുകൊണ്ട് ബാക്കിയാത്തു സ്വാലിഹാത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ചിടത്തോളം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ആയത്ത് ഖുർആൻ ചെയ്തിരിക്കുന്നത് അള്ളാഹു സന്മാർഗം സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ അവർക്ക് സന്മാർഗനിഷ്ഠ വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നാണ് വിശദീകരിക്കുന്നത്. സന്മാർഗം പ്രാപിച്ചിരിക്കുന്ന ആളുകൾ നമുക്കറിയാം, നമ്മളാരെ ഹുദയെ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതുമെല്ലാം അതുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വയുള്ള ആ മാർഗത്തിൽ നമ്മെ വഴിനടത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. ആദം നബി അലൈഹി സ്വലാമിനെ ഈ ഭൂമുഖത്തേക്ക് ജീവിക്കാൻ വേണ്ടി നിയോഗിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയാം. ഫഇമ്മാ യഅതിഅന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ. നിനക്ക് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി നിന്നെ അയക്കുമ്പോൾ ജീവിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ഭൗതികമായ ജീവിതത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളുമുണ്ട്, നിന്നോടൊപ്പം നിൻ്റെ ഇണയുണ്ട്, നമുക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളുണ്ട്, മറ്റ് സൗകര്യങ്ങളും എല്ലാം ശ്വസിക്കാൻ വായുവും കുടിക്കാൻ വെള്ളവും ജീവിക്കാൻ വിഭവങ്ങളും നൽകിക്കൊണ്ട് ഈ ഭൂമുഖത്തേക്ക് ആദ്യ മനുഷ്യനെ നിയോഗിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. അതുകൊണ്ട് മാത്രം മനുഷ്യ ജീവിത ലക്ഷ്യം പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് എന്തു വേണം? മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഹുദ നാം നിങ്ങൾക്ക് നൽകും. അതാണ് ആദമിനോട് പറഞ്ഞത്. ആദം അലൈഹി സ്വലാമിന് ആദ്യമായി നൽകുന്ന സന്ദേശം അതാണ്. ഫഇമ്മാ യഅതിഅന്നകും മിന്നി ഹുദ. നീ ആ ഹുദ പിൻപറ്റുകയാണെങ്കിൽ നീ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ഭയപ്പാടില്ലാതെ, ആശങ്കകളില്ലാതെ, ദുഃഖമില്ലാതെ, വിഷമങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ നമുക്ക് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നത് ആ ഹുദ പിൻപറ്റുന്നതിലൂടെയാണ്, ആ മാർഗദർശനം പാലിക്കുന്നതിലൂടെയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭം, ആ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ. ഖുർആൻ്റെ അവതരണം എന്തിനു വേണ്ടിയാണ്? അവിടെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതരണമായത്. എന്താണ് ഖുർആൻ? ഹുദൽ ലിന്നാസി, അത് മനുഷ്യർക്ക് മാർഗദർശനമാകുന്നു. വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ, ആ ഹുദ വളരെ വ്യക്തമായി വിശദീകരിച്ചൊരുക്കുകയും സത്യവും അസത്യവും സ്പഷ്ടമായി വേർതിരിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാനവർക്ക് മുഴുവൻ ആദം അലൈഹിസ്സലാം എന്ന ആദ്യ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ഹുദയുടെ പൂർത്തീകരണമാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലൂടെ സാധ്യമായിട്ടുള്ളത് എന്ന് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ മാർഗം പിൻപറ്റിയിരിക്കുന്ന ആളുകൾ വയസീദുല്ലാഹുല്ലദീന ഹുതദൗ ഹുദ, ആ സന്മാർഗം പിൻപറ്റിയിട്ടുള്ള, ആ സന്മാർഗം സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹു സന്മാർഗ നിഷ്ഠ വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നാണ് ഖുർആൻ അറിയിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ നമുക്ക് പരിശോധിക്കുവാനുള്ളത് ആ ഒരു സന്മാർഗ നിഷ്ഠയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഖുർആൻ എന്ത് പറഞ്ഞു? വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ മറദ്ദ എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ അതാണ് നിൻ്റെ റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലത്തിൽ ഏറ്റവും ഉത്തമമായ പ്രതിഫലത്തിന് കാരണമായി തീരുന്നത്. അതുപോലെ തന്നെ നിൻ്റെ പര്യവസാനം ഏറ്റവും മെച്ചപ്പെട്ടതാക്കി മാറ്റുന്നതും വഹൈറം മറദ്ദ, നിനക്ക് മടങ്ങിച്ചെല്ലാനുള്ള നിൻ്റെ പരിണാമഫലം അല്ലെങ്കിൽ നിൻ്റെ പര്യവസാനം നിനക്ക് തിരിച്ചു ചെല്ലാനുള്ള ആ ലക്ഷ്യം അത് പൂർത്തീകരിക്കപ്പെടുന്നതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളതിനും കാരണമായി തീരുന്നത് നിൻ്റെ ബാഖിയാത്തു സ്വാലിഹാത്താണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്തുന്ന എന്നെന്നും അവശേഷിക്കുന്ന ഗുണപരമായിരിക്കുന്ന സൽക്കർമ്മങ്ങളാകുന്നു എന്നുള്ള കാര്യമാണ് ഖുർആൻ അവിടെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ബാഖിയാത്തു സ്വാലിഹാത്ത് നമുക്ക് എന്നെന്നും അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ നേട്ടമാണ്, മഹത്വമാണ് ഈ രണ്ട് സൂക്തങ്ങൾ. ഒന്ന് 18-ാമത്തെ അധ്യായത്തിലൂടെ ഖുർആൻ അതിൻ്റെ 46-ാമത്തെ വചനത്തിലും, അടുത്ത സൂറത്തു മറിയം അവിടെ 19-ാമത്തെ അധ്യായത്തിലെ 76-ാമത്തെ വചനത്തിലും വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കുക. നാം മരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, യത്ബഉൽ മയ്യിത്ത സലാസ, ഒരാൾ മരിച്ച് അവരുടെ ജനാസ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് മറമാടപ്പെടുമ്പോൾ അതോടുകൂടി അതിനെ പിന്തുടരുന്ന 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 3 കാര്യങ്ങളാണ് ആ മയ്യത്തിനെ പിന്തുടരുന്നത്. ഫയർജി ഇസ്നാനി വയബുക്കാമ ഓഹു വാഹിദ്, അതിൽ 2 തിരിച്ചു പോരും, 1 അവിടെ ബാക്കിയെ അവശേഷിച്ച് നിൽക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ എന്നിട്ട് പ്രവാചകൻ വിശദീകരിക്കുന്നത് എന്താണ്? 1 യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, ആ ജനാസയെ അനുഗമിക്കുന്ന 3 കാര്യങ്ങൾ. 1 അവൻ്റെ കുടുംബമാണ്, മറ്റൊന്ന്
അവൻ്റെ സമ്പത്താണ്. സമ്പത്തിൻ്റെ പ്രതാപവും പ്രൗഢിയുമൊക്കെ ഒരു പക്ഷേ ജനാസയിൽ നമുക്ക് കണ്ടേക്കാം. അഥവാ ജനാസ കൊണ്ടുപോകുന്നതിലും അവിടെ വരുന്ന ആൾക്കൂട്ടത്തിലും അതിന് മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന പാർക്കിംഗ് കിട്ടാതെ തിരക്കുണ്ടാകുന്ന വാഹനങ്ങളിലുമൊക്കെ ആ ഒരു സാമ്പത്തികമായ വളർച്ചയുടെ ചില അടയാളങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കളുമൊക്കെ ആയിട്ടുള്ള ആളുകൾ നിറയെ വന്നുകൂടുന്ന ആ ഒരു അവസ്ഥ അവരും ജനാസയെ അനുഗമിച്ചേക്കാം. പിന്നെ ഉണ്ടാകുന്നത് എന്താണ്? മാലുഹു വ അമലുഹു, നിങ്ങളുടെ പ്രവർത്തനമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഫയർജിഉ അഹ്ലുഹു വ മാലുഹു, നിങ്ങളുടെ സമ്പത്താകട്ടെ, നിങ്ങളുടെ കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കളുമാകട്ടെ, അവർ രണ്ടുപേരും ജനാസ മാറമാടിയതിനു ശേഷം തിരിച്ചു പോരും. പിന്നീട് ജനാസയോടൊപ്പം ആ ഖബറിൽ നമ്മളോടൊപ്പം എന്തേ ബാക്കിയാകുന്നത്? നമ്മുടെ കുടുംബമില്ല, നമ്മുടെ സമ്പത്തില്ല, നമ്മുടെ ഭൗതികമായ സ്ഥാനമാനങ്ങളില്ല, നമ്മുടെ പ്രൗഢിയും പ്രതാപവുമില്ല, നമുക്ക് മറ്റു നിലക്കുള്ള അംഗീകാരങ്ങളില്ല. ഇപ്പോൾ ബാക്കിയാകുന്നത് നമ്മളും നമ്മുടെ അമലും മാത്രമാണ്. ആ അമലിന് വേണ്ടി ഞാനും നിങ്ങളും എന്ത് സമ്പാദിച്ചിരിക്കുന്നു, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഹാസിബു ഖബില അൻ തുഹാസബു, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പേ എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങളെ, നമ്മുടെ അമലുകളെ, നമ്മുടെ കർമ്മങ്ങളെ നിരന്തരമായി നമ്മൾ മൂല്യനിർണ്ണയം ചെയ്തുകൊണ്ടിരിക്കണം. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയേണ്ടത്. അമലു സ്വാലിഹാത്തിനെ സംബന്ധിച്ചിടത്തോളം, ബാക്കിയാത്തു സ്വാലിഹാത്തിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. കച്ചവടത്തിൽ ഏർപ്പെടുന്നവരാണ് പലപ്പോഴും എൻ്റെ മുമ്പിലുള്ള പല ആളുകളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കച്ചവടം കഴിഞ്ഞുകൊണ്ട് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ? നമ്മുടെ ആലോചന എന്താ? നമ്മൾ കണക്ക് കൂട്ടി തിരിച്ചു പോകുന്നത്, വീട്ടിലേക്ക് വണ്ടി ഓട്ടുമ്പോൾ പോലും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിത്രം എന്താ? നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല. ഇന്ന് രാവിലെ വന്ന് ഞാൻ ഈ കച്ചവടത്തിൽ ഏർപ്പെട്ട് എൻ്റെ ലാഭനഷ്ടങ്ങളെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ എനിക്കുണ്ടായിരിക്കുന്ന ആ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കണക്ക് കൂട്ടിയിട്ട് മാത്രമേ നമുക്ക് ഉറങ്ങാൻ കഴിയൂ. അവസാനം അതുകൊണ്ട് എന്ത് എനിക്ക് ബാക്കിയാകുന്നു, നാളേക്ക് എൻ്റെ കച്ചവടത്തിൽ ഇന്ന് ഞാൻ അധ്വാനിച്ചതിൻ്റെ ഫലമായി, ഞാൻ പണിയെടുത്തതിൻ്റെ ഫലമായി ഞാൻ സമ്പാദിച്ചതിൽ എന്ത് ബാക്കി നിൽക്കുന്നു എന്ന് കണക്ക് കൂട്ടിയിട്ടേ ഞാനും നിങ്ങളും ഉറങ്ങാറുള്ളൂ. ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ, എങ്കിലേ ഉറക്കം വരുള്ളൂ. ഒരു 10,000 കൂട്ടിയിട്ട് കണക്ക് കിട്ടുന്നില്ല, ഉറക്കം വരുമോ? എവിടെ പോയി എന്ന് കാണുന്നില്ല. നിസ്കരിച്ചാൽ ശരിയാവുമോ? പലരും പറയാനുള്ളത് നിസ്കരിക്കാൻ കൈയിട്ടേ ഓർമ്മയാവുന്ന. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, അപ്പോൾ നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളത് കണക്ക് കൂട്ടി നോക്കും. നമ്മുടെ പള്ളിയുടെ സമീപത്ത് സുബൈക്ക് നമ്മൾ നമസ്കാരത്തിന് വേണ്ടി ജമാഅത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് കട്ടൻ കാപ്പിയുമായി കാത്തിരിക്കുന്ന ചായ മക്കാനിക്കാരനുണ്ട്. ആ ചായ മക്കാനിക്കാരൻ രാവിലെ സുബൈൻ്റെ മുമ്പ് എഴുന്നേറ്റ് വന്ന എന്താണ്? സുബൈസ്കരിച്ച് ഇങ്ങോട്ട് വരുന്ന ആളുകൾ കട്ടൻ കാപ്പി കൊടുത്തുകൊണ്ട് എൻ്റെ കച്ചവടം തുടങ്ങണം എന്നാഗ്രഹിച്ചിട്ടാണ്. ആ മനുഷ്യൻ എവിടുന്നാണ് കണക്കൂട്ടാൻ തുടങ്ങുക? ആ സ്പൂണ് കൊണ്ട് കാപ്പിപ്പൊടി തോണ്ടി ആ ഗ്ലാസ്സിലേക്ക് ഇടുന്നത് മുതൽ അദ്ദേഹം കണക്ക് കൂട്ടും. വെള്ളം ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അദ്ദേഹം കണക്ക് കൂട്ടും. അങ്ങനെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമായിട്ട് വൈകുന്നേരം തിരിച്ചു പോകുമ്പം ബാക്കിയുള്ള ക്യാഷും ഞാൻ കൊണ്ട് ചിലവാക്കിയ പണവും മുടക്കിയ പണമൊക്കെ കൂട്ടി നോക്കിയിട്ട് അവസാനം എന്തുണ്ട് പോക്കറ്റിൽ ബാക്കി എന്ന് നോക്കിയിട്ട് ആ ചായ മക്കാനിക്കാരൻ പോലും തിരിച്ചു പോകുള്ളൂ. ഏതൊരു ആളുടെയും അവസ്ഥ ഇതാണ്, നമ്മുടെ അനുഭവം ഇതാണ്. സഹോദരങ്ങളെ, നാം ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുക. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഭൗതികമായ ജീവിതത്തിലെ കണക്ക് നോക്കുന്നതിന് മുമ്പേ നാളെ പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്ത് ബാക്കി വെച്ചിരിക്കുന്നു എന്ന്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ബാക്കി നിൽക്കുന്നത് എന്ന് ആലോചിക്കുവാൻ, ചിന്തിക്കുവാൻ, അത് കണക്ക് കൂട്ടിക്കൊണ്ട് സമാധാനപരമായി ഇന്ന് എന്തെങ്കിലും ഞാൻ ബാക്കിയാക്കിയിരിക്കുന്നു, എൻ്റെ അമലു സ്വാലിഹാത്തുകൾ എനിക്ക് ബാക്കിയുണ്ട്, ഈ സന്ദർഭത്തിൽ ഞാൻ മരിച്ചുപോയാൽ ബിസ്മിക റബ്ബി വലൗതു ജംബി, നിൻ്റെ നാമത്തിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത്, എൻ്റെ പാർശ്വഭാഗങ്ങൾ ഞാൻ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നാളെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പടച്ച തമ്പുരാനെ, നിനക്കാണ് സർവ്വസ്തുതിയും. എനിക്ക് മരണത്തിന് ശേഷം ജീവൻ തിരിച്ചു നൽകിയിരിക്കുന്നു, ഉറക്കിൽ നിന്നും ഉണർച്ച നൽകിയിരിക്കുന്നു. ആ ഉണർച്ചയില്ലാത്ത സഹോദരങ്ങൾ എത്ര ആളുകളാണ് മരിച്ചു പോകുന്നത്? ഇന്ന് എൻ്റെ അടുത്ത നാട്ടിൽ സംഭവിച്ചിരിക്കുന്നൊരു മരണം, ചെറുപ്പക്കാരനായിരുന്ന ഒരു മനുഷ്യൻ ഇന്നലെ രാത്രി മരിച്ചുപോയി. വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഓടി നടക്കുന്ന ഒരു കച്ചവടക്കാരനായിരുന്ന മനുഷ്യൻ, അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത അങ്കലാപ്പോട് കൂടി ആളുകൾ കേട്ടത്. കാരണം കഴിഞ്ഞ ദിവസം വരെ വണ്ടിയിലൂടി മത്സ്യം കച്ചവടം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സഹോദരനാണ്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇത്രേ നമ്മുടെ ജീവിതമുള്ളൂ. നമ്മൾ ഇന്ന് കടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ബാക്കി വെച്ചിരിക്കുന്നു? ബാക്കിയാത്തു സ്വാലിഹാത്തായിട്ട് നമ്മുടെ അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളായി എന്ത് നമ്മോടൊപ്പമുണ്ട്? നമ്മുടെ ജനാസ നാളെ കൊണ്ടുപോകുമ്പോൾ, നമ്മുടെ കുടുംബക്കാർ തിരിച്ചു പോകുമ്പോൾ, നമ്മുടെ സാമ്പത്തികമായ എല്ലാ അതിൻ്റെ അടയാളങ്ങളും തിരിച്ചു പോരുമ്പോൾ നമ്മുടെ കൂടെ ബാക്കിയാകുന്ന ആ അമലു സ്വാലിഹാത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി നമ്മൾ എന്ത് പണിയെടുത്തിരിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ എന്ത് അധ്വാനിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ
സഹോദരങ്ങളെ, പരലോകത്ത് നമ്മൾ ഹാജരാക്കപ്പെടുന്ന അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ വാഖിയയിൽ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 3 വിഭാഗം ആളുകളെക്കുറിച്ച് ഖുർആൻ്റെ പരാമർശമുണ്ട്. വകുൻതും അസ്വാജൻ സലാസ ഫഅസ്ഹാബുൽ മൈമന മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമ മാ അസ്ഹാബുൽ മശ്അമ വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം. വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നു. നോക്കൂ, നമ്മൾ 3 വിഭാഗം ആളുകളെക്കുറിച്ച് സൂറത്തുൽ വാഖിയ അൽ വാഖിയ എന്ന ആ സംഭവത്തെക്കുറിച്ച് 56-ാമത്തെ അധ്യായം 7 മുതൽ 12 വരെയുള്ള വചനങ്ങൾ അതിൽ ഖുർആൻ നമുക്ക് വിശദീകരിച്ചിരുന്ന് കാണാൻ സാധിക്കും. അവിടെ ഖുർആൻ പരാമർശിച്ചിരിക്കുന്ന കാര്യം നോക്കൂ, നമ്മൾ പരലോകത്ത് എത്തിപ്പെടുമ്പോൾ ആളുകളെ 3 വിഭാഗമായിട്ട് ആണ് അവിടെ ഖുർആൻ വിശദീകരിച്ചത്. ഒന്ന്, വലതുപക്ഷക്കാരായ ആളുകൾ, നമ്മൾ സാധാരണ പറയുന്ന വലതുപക്ഷക്കാരായ സ്വർഗാവകാശികളായ ആളുകൾ. രണ്ടാമത്തതോ ഇടതുപക്ഷക്കാരായ ആളുകൾ, നരകാവകാശികളായിരിക്കുന്ന ആളുകൾ. പക്ഷേ ഖുർആൻ അവിടെ അവസാനിപ്പിച്ചില്ല. അവിടെ 3ാമത്തെ ഒരു പക്ഷം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ 3ാമത്തെ പക്ഷം, അവിടെയാണ് നമ്മൾ ബാഖിയാത്തു സാലിഹാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. വസ്സാബിഖൂന അസ്സാബിഖൂൻ, അവിടെ യഥാർത്ഥത്തിൽ മുൻകടന്നവർ തന്നെയാണ് മുന്നേറിയവർ എന്നാണ് ഖുർആൻ അവിടെ വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മശ്അമ, അതൊക്കെ വിശദമായിട്ട് ഖുർആൻ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ആ സൂറ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷെ ആ കൂടെ തന്നെ വലതുപക്ഷക്കാരായ ആളുകളിൽ തന്നെ ഒരു പ്രത്യേക ദർജ, ഒരു പ്രത്യേക പദവി, ഒരു പ്രത്യേക സ്ഥാനം, അതിൽ തന്നെ മുന്നേറ്റം നടത്തിയിരിക്കുന്ന ആളുകൾക്കുണ്ട്. വസ്സാബിഖൂന അസ്സാബിഖൂൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു പ്രയോഗമാണ്. ഈ സാബിഖൂനായി മാറാൻ, അതാണ് നമ്മളൊരു സാധാരണ പ്രവർത്തകനാകാനല്ല, ഒരു സാധാരണ മുസ്ലിം ആകാനല്ല, ഒരു സാധാരണ മുഅ്മിനാകാനല്ല. അതിലപ്പുറം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ബാഖിയാത്തു സ്വാലിഹാത്തിനെ, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളെ കൂടുതൽ ഗുണമേന്മയുള്ളതാക്കി മാറ്റാൻ എന്തു വേണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഗുണമേന്മയെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ പ്രസക്തമാകുന്നത്. സാധാരണ നമ്മൾ ജീവിതത്തിൽ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ കാര്യത്തിൽ ആ ഒരു നിലവാരത്തിലുള്ളവരാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൽ ബഹുഭൂരിഭാഗം ആളുകൾ. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ ഏറെ നമ്മൾ ചിന്തിക്കേണ്ട, അതിന് സൗഭാഗ്യം ലഭിച്ചിരിക്കുന്ന, അതിന് തൗഫീഖ് ലഭിച്ചിരിക്കുന്ന, അതിനെക്കുറിച്ച് പ്രതീക്ഷയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനിയും ആലോചിക്കേണ്ടത്, ഇനിയും ഒരു പടി നമുക്ക് മുന്നോട്ട് പോകാൻ, ഇനിയും ഒരു സ്റ്റെപ്പ് കയറാൻ, ദീനീ രംഗത്ത് കുറേ കൂടി സജീവമായ പങ്കാളിത്തം നിർവഹിക്കുവാൻ നമുക്ക് എന്ത് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ അവിടെ അമലു സാലിഹാത്തിനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റുവാൻ, അതിനെ യഥാർത്ഥത്തിൽ അതിനെ ഏറ്റവും നല്ലതാക്കി മാറ്റുവാൻ, അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാൻ, അതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. ആ ഭാഗമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അവിടെ ഖുർആൻ പ്രയോഗിച്ചു നോക്കൂ. ഉലൈകൽ മുഖറബൂൻ, അവരാണ് സാമീപ്യം നൽകപ്പെട്ടിരിക്കുന്ന ആളുകൾ. ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഭൂതിയുടെ സ്വർഗങ്ങളിലാണ് അവർ ഉള്ളത് എന്ന് ഖുർആൻ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ സാബിഖൂൻ അസ്സാബിഖൂനുള്ള നേട്ടം ഖുർആൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, നമ്മൾ അവിടെ ഖുർആൻ നമുക്ക് വിശദീകരിച്ചിരുന്നത് അവരാണ് ഏറ്റവും സാമീപ്യം നേടിയിരിക്കുന്ന ആളുകൾ. സ്വാഭാവികമായി ഓർഡിനറി മുഅ്മിനും മുസ്ലിമുമായി സ്വർഗ്ഗപ്രവേശനം ലഭിക്കുന്ന വലതുപക്ഷക്കാരിൽ നിന്ന് ആ വലതുപക്ഷക്കാരെന്ന് പ്രത്യേക ഒരു വിഭാഗത്തെ പറഞ്ഞ് അവസാനിപ്പിക്കാതെ അസ്സാബിഖൂൻ അസ്സാബിഖൂൻ, മുൻകടന്നവർ തന്നെയാണ് മുൻകടന്നവർ, മുൻപേ കടന്നു പോയിരിക്കുന്ന ആളുകളാണ് മുൻകടന്നു പോയിരിക്കുന്നവർ എന്നുള്ള ആ പരാമർശത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ മുൻഗാമികളായിരുന്ന ആളുകളുടെ അതുപോലുള്ള ആ കാര്യങ്ങളും അതോടൊപ്പം തന്നെ മുഫസ്സിറുകൾ വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ പ്രവർത്തനത്തിലും നമുക്ക് മുമ്പേ കടക്കാൻ കഴിയുന്ന ആളുകളെയും നമുക്ക് അവരുടെ ഒപ്പം എത്താൻ കഴിയുമോ അല്ലെങ്കിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ അടുത്തുള്ള ഒരു ദർജയിലെങ്കിലും എത്താൻ കഴിയുന്ന, നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ള, നമ്മൾ ആഗ്രഹിക്കാറുള്ള കാര്യം ഔലിയാക്കളോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം സ്വർഗ്ഗപ്രവേശനം ലഭിക്കണം എന്നാണ്. അപ്പോൾ ആ ഒരു പദവി ലഭ്യമാകുവാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊരിടത്ത് ഖുർആൻ 35-ാമത്തെ അധ്യായം 32 മുതൽ 34 വരെയുള്ള വചനങ്ങൾ, അവിടെ ഖുർആൻ ഇതുപോലെ 3 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഇതേ ആശയം തന്നെ നമുക്ക് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഖുർആൻ പറഞ്ഞത്, സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിന, നമ്മുടെ ദാസന്മാരിൽ നാം തെരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്നു, അവർക്ക് യഥാർത്ഥത്തിൽ അനന്തരാവകാശമായി അവകാശപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ഈ ഗ്രന്ഥത്തെ. വിശുദ്ധ ഖുർആനിനെ സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിന, നമ്മിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേദഗ്രന്ഥത്തെ നാം യഥാർത്ഥത്തിൽ അവർക്ക് അവകാശപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു. മനുഷ്യരിൽ 3 തരത്തിലുള്ള ആളുകളുണ്ട് എന്നാണ് അവിടെയും പരാമർശം. എന്താ അവിടെ ഖുർആൻ പറഞ്ഞത്? ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, ഒരു വിഭാഗം ആളുകൾ അവർ സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്ന ആളുകളാണ്, അന്യായം ചെയ്തിരിക്കുന്ന ആളുകളാണ്.
നമ്മൾ ഏറ്റവും അധികം ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ ഒരു ലാലിമായി നമ്മൾ മാറും. ആദ്യ മനുഷ്യൻ ആദം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് വിലക്കപ്പെട്ട കനി ഭുജിച്ചു. ഉടനെ ആദം അലൈഹിസ്സലാമിൽ ഉണ്ടായിരുന്ന പക്ഷാപത്താപത്തിൻ്റെ വചനങ്ങൾ എന്താണ്? റബ്ബന വലംന അംഫുസന, ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അന്യായം പ്രവർത്തിച്ചിരിക്കുന്നു. അവിടെയാണ് ആ പക്ഷാതാപത്തിൻ്റെ വചനങ്ങൾ. റബ്ബന വലംന അംഫുസന, നീ ഞങ്ങൾക്ക് പുറത്തു വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് രക്ഷയില്ല എന്നൊക്കെ തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചു, റബ്ബന വലംന അൻഫുസന എന്നുള്ള ചിന്ത ആദം അലൈഹിസ്സലാം ആദ്യമായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് വിലക്കപ്പെട്ട കനി ഭുജിച്ച ഉടനെ ഉണ്ടായ ആ ഒരു മാനസികാവസ്ഥ വലംന അൻഫുസന എന്നതാണ്. ഞാൻ ചെയ്തു പോയിരിക്കുന്നത് സ്വന്തത്തോട് തന്നെയുള്ള തെറ്റാണല്ലോ, അന്യായമാണല്ലോ. ഇത് നമ്മൾ ഏറ്റവും ഗൗരവത്തോടു കൂടി എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ എവിടെയെങ്കിലും ആ നിലക്ക് നമ്മുടെ സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുന്ന, നമ്മളൊരു തെറ്റ് ചെയ്യുന്നതിലൂടെ, ഒരു പാപം ചെയ്യുന്നതിലൂടെ, ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതിലൂടെ, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നതിലൂടെ ഉണ്ടായിത്തീരുന്നത് എന്താണ്? അതുകൊണ്ടുണ്ടായിത്തീരുന്ന നഷ്ടമാർക്കാണ്? മറ്റാർക്കുമല്ല, നമുക്ക് തന്നെയാണ്. നമ്മുടെ സ്വന്തത്തോട് നാം കാണിക്കുന്ന അന്യായമാണ്, നമ്മോട് നാം കാണിക്കുന്ന അതിക്രമമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് ഒരിക്കലും അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്കില്ലാതിരിക്കാൻ നമ്മൾ ആലോചിക്കേണ്ടത് ലാലിമുൻ ലിനഫ്സിഹി എന്നൊരു വിഭാഗമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. രണ്ടാമത് ഖുർആൻ പറഞ്ഞു നോക്കൂ നമ്മൾ, വമിൻഹും മുഖ്തസിദുൻ, അവരിൽ എന്തുണ്ട്? മധ്യനില പ്രാപിക്കുന്ന, ഒരു മീഡിയമായ ലെവലിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആൾ. മുഫസ്സിറുകൾ നൽകിയ വിശദീകരണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ലാലിമുൻ ലിനഫ്സിഹി എന്ന് പറഞ്ഞാൽ പലപ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കൊക്കെ എതിരായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വരുന്ന ആളുകളാണ്. രണ്ടാമത്തതോ, നമ്മൾ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യും, സുന്നത്തായ കാര്യങ്ങൾ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങ് തട്ടിയൊപ്പിച്ച് പോകുന്ന നമ്മുടെ ഒരു ഓർഡിനറി സാധാരണ, ആ ഒരു സാധാരണ മുസ്ലിം എന്നൊക്കെ നമ്മൾ പറയാവുന്ന നിലവാരത്തിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്നവരെ കുറിച്ചാണ് ഖുർആൻ എന്ത് പറഞ്ഞത്? വമിൻഹും മുഖ്തസിദുൻ. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. അവിടെ നമ്മൾ വിളിച്ചു, ആ മൂന്നാമത്തെ വിഭാഗം ആരാണ്? വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നന്മകളിൽ മുന്നേറ്റം നടത്തിയിരിക്കുന്ന ആളുകളാണ്. സാബിഖും ബിൽ ഖൈറാത്താണ് യഥാർത്ഥത്തിൽ മൂന്നാമത്തെ ഈ ഭാഗമായിട്ട് അവിടെ ഖുർആൻ. നേരത്തെ സാബിഖൂൻ എന്നാണ് ഖുർആൻ പരാമർശിച്ചിരുന്നത് എങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ പഴയകാലത്തെ ആദ്യകാലത്തെ മുൻഗാമികളായ ആളുകളെ കൂടി നമുക്കതിൽ ചേർത്ത് പറഞ്ഞുകൊണ്ട് അവിടെ ഒതുക്കി നിർത്താൻ ശ്രമിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യരുടെ അവസ്ഥ തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മൂന്ന് തരത്തിലുള്ള അവസ്ഥ, മനുഷ്യരുടെ ആ മൂന്ന് സ്വഭാവം നമ്മുടെ ഈ അടിമകളിൽ ലാലിമുൻ ലിനഫ്സിഹി, സ്വന്തം ദേഹത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച് അന്യായം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ തെറ്റായ ഹറാമായ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്തു പോകുന്ന, അത്തരം തിന്മകളിലൊക്കെ ബന്ധപ്പെടുന്ന അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ. മറ്റൊന്ന് സാധാരണ പോലെ നന്മയും നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്, നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയും നിരോധിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുകയും ചെയ്യുകൊണ്ട് ഒരു മീഡിയം നിലവാരത്തിൽ അങ്ങനെ പോകുന്ന ആളുകൾ. മൂന്നാമത്തെ ഈ ഭാഗം ആരാണ്? ആ മൂന്നാമത്തെ ഈ ഭാഗം ആളുകളാണ് വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ് ഹുവൽ ഫളിലുൽ കബീർ. ഖുർആൻ അവിടെ പ്രയോഗിച്ച പ്രയോഗം നോക്കൂ നമ്മൾ. ഖുർആൻ അവിടെ അതിന് നൽകിയിരിക്കുന്ന വിശദീകരണം എന്താണ്? അതാണ് മഹത്തായ അനുഗ്രഹം. അൽ ഫളിലുൽ കബീർ അസ്സാബിഖൂന ബിൽ ഖൈറാത്ത് ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നന്മയിൽ മുന്നേറ്റം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവിടെ പറഞ്ഞിരിക്കുന്ന ആ പദപ്രയോഗം നമ്മൾ ഗൗരവത്തോടു കൂടി കാണുക. എത്ര ശ്രദ്ധേയമാണ് എന്നാലോചിക്കുക. ഹുവൽ ഫളിലുൽ കബീർ, മഹത്തായ വമ്പിച്ച അനുഗ്രഹമാകുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ എന്തിനാ സഹോദരങ്ങളെ മെനക്കെടേണ്ടത്? നമ്മൾ അങ്ങനെ തട്ടിയൊപ്പിച്ച് നിസ്കരിച്ചിരിക്കുന്നു, എല്ലാ നിർബന്ധമായ ഫർളായ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? അത് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് നിലവാരത്തിൽ ഒരു സാധാരണക്കാരനായി ഒരു മീഡിയം നിലവാരത്തിൽ പോകുന്നതിനപ്പുറം കുറേ കൂടി സങ്കല്പങ്ങൾ നമുക്കുണ്ടാകണം, കുറേ കൂടി വീക്ഷണങ്ങൾ നമുക്കുണ്ടാകണം, കുറേ കൂടി നമ്മുടെ അമലു സ്വാലിഹാത്തിനെ മെച്ചപ്പെടുത്തിയെടുക്കുവാനും ഗുണമേന്മയുള്ളതാക്കി മാറ്റുവാനും അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാനും എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഖുർആൻ തുടർന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് അവിടെ ഉണ്ടാകുന്ന നേട്ടങ്ങളാണ് ഖുർആൻ തുടർന്നുകൊണ്ട് വിശദീകരിച്ച്. അത് ഞാൻ സൂചിപ്പിക്കേണ്ടതില്ല. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ, അനശ്വരമായ സ്വർഗ്ഗത്തിൽ അവർ പ്രവേശിക്കും. യുഹല്ലൗന ഫിഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണം കൊണ്ടുള്ള വളകൾ അവർക്ക് അണിയിക്കപ്പെടും. വലുഅൻ, അവർക്ക് മുത്തണിയിക്കപ്പെടും. ഔ ലിബാസും ഫിഹാ ഹരീർ, പട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങളായിരിക്കും അവർക്കുണ്ടായിരിക്കുക. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ ഹസൻ, എന്നിട്ട് അവർ പറയുന്ന വാക്കുകൾ നോക്കൂ നമ്മൾ. അവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രകീർത്തനം നടത്തി അവന് സ്തുതി അർപ്പിച്ചുകൊണ്ട് പറയും, നമ്മിൽ നിന്ന് ദുഃഖം അകറ്റിയിരിക്കുന്ന നാഥൻ. ഇന്ന റബ്ബനാ ലഗഫൂറുൻ ഷക്കൂർ,
അള്ളാഹു വളരെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാണ് എന്ന ആ ഒരു കൃതജ്ഞതയോടുകൂടിയുള്ള ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ അവർക്ക് ആ സന്ദർഭത്തിലുണ്ടാകും. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്നത് വൽ ഫദ്ലുൽ കബീർ, മഹത്തായ അനുഗ്രഹം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ട് ആ മഹത്തായ അനുഗ്രഹത്തെ ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് അനശ്വരമായ സ്വർഗത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി അവിടെ സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും അവിടെ സ്വർഗത്തിൻ്റെ വളകൾ അണിയിക്കപ്പെടുകയും അതുപോലെ തന്നെ മുത്തുകൾ നൽകപ്പെടുകയും അതുപോലെ പട്ടിൻ്റെ വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥാനവും പദവിയും അംഗീകാരവുമുള്ള സ്വർഗാവകാശികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ സ്വർഗത്തിൽ വെച്ച് പറയുന്നു, പടച്ച തമ്പുരാനെ, എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും അകറ്റി സമ്പൂർണ്ണമായ സുഖവും സൗകര്യവും നൽകിയ നാഥ, നിനക്കാണ് സർവസ്തുതിയും, നീ ഏറെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടി സ്വർഗപ്രവേശം എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചാണ് ഖുർആൻ നമ്മളോട് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പണിയെടുക്കേണ്ടത് ആ ഒരു സ്വർഗത്തിന് വേണ്ടിയാണ്. ഈ ഒരു പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുവാൻ, അത് സ്വന്തമാക്കുവാൻ, ആ അനുഗ്രഹത്തിൽ എത്തിപ്പെടുവാൻ വേണ്ടിയുള്ള അധ്വാനമാണ്, പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ അത് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും, ആ ക്വാളിറ്റി നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ശിഥിലമായ ചിന്തകൾ സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ആമുഖമായി പലപ്പോഴും ആദ്യത്തിൽ തന്നെ കാണാറുള്ള പ്രവാചക വചനം ഇതാണ്: തീർച്ചയായും പ്രവർത്തനങ്ങളൊക്കെ ഉദ്ദേശശുദ്ധി അനുസരിച്ച് കൊണ്ടാണ്. സാധാരണ നമ്മൾ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്, നോമ്പിന് നമുക്ക് നിയ്യത്തുണ്ട്. നമ്മുടെ നിയ്യത്തിനെ കുറിച്ചുള്ള സങ്കല്പം അവിടെ പരിമിതമാണ്. നിസ്കാരത്തിൻ്റെ നിയ്യത്ത്, നോമ്പിൻ്റെ നിയ്യത്ത്, അത് ഉറക്കെ പറയണോ പറയണ്ടേ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ അമലു സാലിഹാത്തും ഖുർആൻ പ്രവാചകൻ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ നോക്കൂ, ഇന്നമല്ല അമാലു ബിന്നിയാത്താണ്. തീർച്ചയായും പ്രവർത്തനങ്ങളൊക്കെ നിയ്യത്തനുസരിച്ച് കൊണ്ടാകുന്നതാണ്. അപ്പം നമ്മുടെ എല്ലാ അമലുകളെയും എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മുടെ ജീവിതത്തെ മുഴുവനും നമുക്ക് എന്താക്കി മാറ്റാൻ കഴിയണം? നമുക്ക് നല്ല നിയ്യത്തോടു കൂടി, നല്ല ഉദ്ദേശത്തോടു കൂടി അതിനെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയണം. അവിടെയാണ് ഒന്നാമതുണ്ടാവേണ്ടത്. ഏതൊരു അമലും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ ക്വാളിറ്റിയുള്ള അമലായി മാറണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സ് നന്നാവണം. നമ്മുടെ മനസ്സ് നന്നാവാത്തിടത്തോളം നമുക്ക് ഒരു അമലും നമുക്ക് ആത്മാർത്ഥമായി നിർവഹിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, മറ്റൊരിടത്ത് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് വിശദീകരിച്ചിരുന്ന കാലം നമുക്ക് സുപരിതമായ സൂറയിൽ ഖുർആൻ പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. യഥാർത്ഥത്തിൽ നമ്മുടെ മതത്തെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കി അവനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി അല്ലാതെ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവളോട് നമ്മോട് കൽപ്പിക്കപ്പെട്ട കൽപ്പന എന്താണ്? വമാ ഉമിറു ഇല്ല എന്നുള്ള പ്രയോഗം നമുക്കറിയാം. ലാ ഇലാഹ ഇല്ല എന്നുള്ള പ്രയോഗം, ആ പ്രയോഗത്തിലൂടെ നമ്മൾ ചിന്തിച്ചു നോക്കൂ. അതിനല്ലാതെ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? അതിന് മാത്രമാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടതെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മതത്തെ നമുക്ക് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഹുനഫാ, അത് നേരെ ചൊവ്വേ യാതൊരു വക്രതയും വളവുമില്ലാതെ വയുഖീമുസ് സ്വലാത്ത വയുഉത്തുസ് സക്കാത്ത വദാലിക ദീനുൽ ഖയ്യിമ എന്ന് ഖുർആൻ അവിടെ പറഞ്ഞു. നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നു, അതാണ് വക്രതയില്ലാത്ത മതം എന്നത് വിശദീകരിക്കുകയും ചെയ്യും. അപ്പോൾ സഹോദരങ്ങൾ, നമുക്കിവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇഖ്ലാസോടുകൂടിയായിരിക്കുക, ഏറ്റവും നല്ല നെയ്യത്തോടു കൂടിയായിരിക്കുക, ഇതാണ് അമലു സ്വാലിഹാത്ത് ക്വാളിറ്റി ഉള്ളതായി മാറാൻ അതിന് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ നൽകേണ്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഏറ്റവും ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കണം. നമ്മൾ എന്ത് പ്രവർത്തനങ്ങളാണ്, നമ്മുടെ നമസ്കാരമാകട്ടെ അത് നല്ല നെയ്യത്തോടു കൂടിയായിരിക്കണം, നോമ്പാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ, നമ്മൾ ആ നിലക്കുള്ള അനുഷ്ഠാനപരമായ കാര്യങ്ങളാകട്ടെ, നമ്മുടെ സ്വഭാവമാകട്ടെ, നമ്മുടെ പെരുമാറ്റമാകട്ടെ, നമ്മുടെ സമീപനമാകട്ടെ, എല്ലാം ഇന്ന് നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കൂ. പലയിടത്തും ജാടകളാണ്. പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? ജാടകളാണ്. കല്യാണത്തിന് പോലും വിളിച്ചാൽ വരുന്നത് എങ്ങനെയാണ്? അയാളുടെ ക്ഷണം സ്വീകരിക്കണം, ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് സുന്നത്താണ് എന്ന നിയ്യത്തോടു കൂടിയാണോ? ആൾ വിളിച്ചിട്ട് പോയില്ലേ എന്ത് വിചാരിക്കും, ഇത് വിചാരിച്ചിട്ടപ്പോൾ. മരിച്ചെടുത്ത് പോകുന്നത് എങ്ങനെയാണ്? പണ്ടാരോ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്, മന്ത്രി മരിച്ചിട്ട് പോയില്ലേ മന്ത്രിയുടെ മോനോ കുടുംബക്കാരോ മരിച്ചാൽ പോകണമെന്ന്. കാരണം അത് മന്ത്രിയാണല്ലോ കാണുക, അടുത്ത ആരൊക്കെ ചെന്ന്. മറ്റേ മന്ത്രി മരിച്ചാൽ പിന്നെ മന്ത്രി കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മരിച്ചെടുത്ത് പോകുന്നിടത്ത് പോലും, ജനാസക്ക് പോകുന്നിടത്ത് പോലും ഞാൻ അവിടെ തല കാണിച്ചില്ലെങ്കിൽ മോശമാകുന്നു എന്ന ചിന്തയാണ് നമുക്ക് പ്രേരണയായിത്തീരുന്നത്. അല്ലാതെ നമുക്ക് ആ ജനാസയെ അനുഗമിക്കുക എന്നുള്ളതും അതിനുവേണ്ടി നമസ്കരിക്കുക എന്നുള്ളതും അതിനെ മറമാടുന്ന കർമ്മങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതുമായ സുന്നത്ത് ലഭിക്കണം, അതിൻ്റെ ഖീറാത്തും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാത്തത് കൊണ്ടല്ല. ആ പ്രതിഫലം സ്വന്തമാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി എത്ര ആളുകൾ ജനാസയിൽ പങ്കെടുക്കുന്നു. പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്താണ്? ഇനി ജനാസയെ പോകാൻ തന്നെ ആ മയ്യത്തും കണ്ടുപോരാ, ഇനി അതൊരു പുണ്യമില്ല നമുക്കൊക്കെ അറിയാം.
ജനാസ കണ്ടുപോരുന്നതിന് ഒരു പുണ്യമില്ലാന്നും എനിക്ക് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ അറിയാവുന്ന പല അറിയുന്ന കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. പക്ഷെ അവിടെ പോയി തല കാണിച്ചു പോരുക എന്നുള്ള ഇടത്തെ നമ്മൾ എത്തുന്നുള്ളൂ. ആ ജനാസ ഈ നമസ്കാരത്തിൽ പങ്കെടുക്കണം എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ അതിനുശേഷമുള്ള കർമ്മങ്ങളിൽ പൂർണ്ണമായി പങ്കെടുക്കണം, അതിൻ്റെ പ്രതിഫലം നേടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ജനാസയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്ന ഒരു മാനസിക ഭാവത്തോടു കൂടിയാണോ? ജനാസ നമസ്കാരത്തിൽ പോലും നമ്മൾ പങ്കെടുക്കുന്നിടത്ത് എത്ര ഹൃദയത്തിൽ തട്ടിയ മനംനൊന്ത പ്രാർത്ഥന നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ 40 മുഅ്മിനുകളായ മുവഹ്ഹിദുകളായ ആളുകൾ ഒരു ജനാസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെയുള്ള വിശ്വാസികളായ മനുഷ്യന്മാരുടെ ജനാസ നമസ്കാരം പോലും അതിനുണ്ടാകുന്ന ശ്രേഷ്ഠതയും മഹത്വവുമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എന്തായി മാറണം? ഇതുപോലെ തന്നെ നമ്മുടെ സംഘടനാ പ്രവർത്തനം ആലോചിച്ചു. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ ദേവാരംഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എത്രത്തോളം നല്ല നിയ്യത്തോടുകൂടി, എത്രത്തോളം ഇഖ്ലാസോടുകൂടി ഇന്നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, ആ പ്രവാചകന്മാരൊക്കെ അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തായിരുന്നു? നമ്മൾ അള്ളാഹുവിൻ്റെ ആ കാരുണ്യം, അതിൻ്റെ ആഗ്രഹം, അത് നമുക്കെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി അല്ലാതെ മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ കാക്ഷിക്കുന്നില്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനമായിരുന്നു പ്രവാചകന്മാർ നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങളുടെ അന്തസ്സത്ത. നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങളിൽ ആ രൂപത്തിലാണോ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. നമ്മുടെ സംഘടനാ രംഗത്തേക്ക് കടന്നു വരുമ്പോഴും പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയെല്ലാം നമ്മുടെ ആ പ്രകടനപരത കൂടി വരുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ കൂടി വരുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം അപകടകരമാകുന്നു എന്ന് ഞാനും നിങ്ങളും സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ ബാക്കിയാത്തു സാലിഹാത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും നല്ല നിയ്യത്തോടു കൂടിയായിരിക്കുക. രണ്ടാമത്തത്, അത് അങ്ങേയറ്റം ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കാൻ സാധിക്കുക. ഈ കാര്യമാണ് വളരെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി തീരുന്ന അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകുന്ന അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ അമൽ സാലിഹാത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും നടത്താറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ ഓർക്കുന്നത്, അനുസ്മരിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആയാണ്. എന്താണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം? അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റുകയായിരുന്നു. പരിശുദ്ധ കഅബ മന്ദിരത്തിൻ്റെ പടവുകൾ പടുത്തുയർത്തുന്ന ജോലി നിർവഹിച്ചു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ആ കഅബ മന്ദിരത്തിൻ്റെ പടവുകൾ പടുത്തുയർത്തുന്ന ഉത്തരവാദിത്വം നിർവഹിച്ചതിന് ശേഷം ഉടനെ അവർ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന എന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. പടച്ച തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് നീ ഈ അമൽ സ്വീകരിക്കണമേ എന്നുള്ളതാണ്. അപ്പോൾ ഈമാൻ അതോടൊപ്പം തന്നെ നമുക്കുണ്ടാകേണ്ട ഒരു ഭാഗമാണെന്ത്? നമുക്ക് നിയ്യത്ത് ഉണ്ടാകുന്നതോടെ, ഇഖ്ലാസ് ഉണ്ടാകുന്നതോടെ നമ്മുടെ കർമ്മം സ്വീകരിക്കപ്പെടണമേ എന്നുള്ള ഒരു തേട്ടം, ആ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള പ്രവാചക വചനം റമളാനിനെ കുറിച്ച് പറയുമ്പോഴാണ്. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. അവിടെ നമ്മൾ ആലോചിച്ചു, നോമ്പ് നിർവഹിക്കുന്ന മനുഷ്യൻ നോമ്പെടുക്കേണ്ടത് ഈമാനോടുകൂടിയാണ്, ഇഹ്തിസാബോടുകൂടിയാണ്, അഥവാ വിശ്വാസത്തോടു കൂടിയാണ്, പ്രതിഫലേച്ഛയോടുകൂടിയാണ്. രാത്രി നമസ്കാരം നിർവഹിക്കേണ്ട വ്യക്തി രാത്രി നമസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? വിശ്വാസത്തോടു കൂടിയായിരിക്കണം, പ്രതിഫലേച്ഛയോടുകൂടിയായിരിക്കണം. വിശ്വാസത്തിൻ്റെ കാര്യം ഞാൻ തുടക്കമേ സൂചിപ്പിച്ചു. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ആ പ്രതിഫലേച്ഛ, നമുക്കതിന് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹം, അത് സ്വീകരിക്കപ്പെടണം എന്ന തേട്ടം, അത് നമുക്ക് അംഗീകാരമുള്ള അമലായിരിക്കണം എന്നുള്ള തേട്ടം, അത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ജീവിത റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം എന്നുള്ള ആ പ്രാർത്ഥന, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. നമ്മുടെ ഏതൊരു അമലും, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, അനുഷ്ഠാന കാര്യങ്ങളാകട്ടെ, മറ്റെന്ത് പ്രവർത്തനങ്ങളാകട്ടെ, നമ്മുടെ ഏത് അമലുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ അമലുകളൊക്കെ നമുക്ക് സ്വീകാര്യയോഗ്യമായ പ്രവർത്തനങ്ങളായി, പരലോകത്ത് അംഗീകരിക്കപ്പെടുന്ന മൂല്യമുള്ള പ്രവർത്തനങ്ങളായി മാറണം. മൂല്യമില്ലാണ്ടായുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ. ഏതാണ്ട് 2 മാസം മുമ്പ് നമ്മുടെ നാട്ടിൽ 500-ൻ്റെയും 1000-ൻ്റെയും രൂപ നോട്ട് നിരോധിച്ചതായി രാത്രി പ്രഖ്യാപനമാണ്. ഇന്ന് രാത്രി 12 മണിയോടുകൂടി അത് വാല്യൂ ഇല്ലാത്തതായി മാറും. പിന്നെ ചില ഷർത്തുകൾ വെച്ചുകൊണ്ട് കുറച്ചു കാലം നമുക്കത് മാറാനും മറ്റുള്ള സൗകര്യങ്ങൾ ലഭിച്ചു. പക്ഷെ ആ വാല്യൂ നഷ്ടപ്പെട്ടപ്പോൾ നോക്കും, നമ്മൾ 1000 രൂപയുടെ നോട്ട് വെറും തുണ്ട് കടലാസായി മാറും, ഒരു മൂല്യവുമില്ലാത്ത. അതിൻ്റെ ഡേറ്റും അവധിയും കഴിഞ്ഞപ്പോൾ 1000 രൂപ നോട്ടിന് യാതൊരു വിലയുമില്ലല്ലോ. സാധാരണ കുട്ടികൾ കളിക്കുന്ന ഒരു വെള്ളക്കടലാസിൽ അപ്പുറം
യാതൊന്നും നേരത്തെ 1000 രൂപയുടെ മൂല്യമുണ്ടായിരുന്ന ആ നോട്ട് ഇന്ന് ഒന്നുമല്ലാതായി മാറി. ഇതാണ് യഥാർത്ഥത്തിൽ ഭൗതികമായ സംവിധാനത്തിൽ പോലും നമ്മൾ കാണുന്നത്. പരലോകത്ത് ചെന്ന് നോക്കുമ്പം നമ്മുടെ കർമ്മങ്ങൾ അങ്ങനെ നിഷ്ഫലമായി തീരുന്ന ഒരവസ്ഥയുണ്ടെങ്കിലോ ബാക്കിയാത്തു സാലിഹാത്താകുമോ? അവിടെയാണ് നമ്മൾ അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എന്ത് വേണം നമുക്ക്? ഈ കർമ്മങ്ങളൊക്കെയും പരലോകത്ത് സ്വീകാര്യമായി അംഗീകരിക്കപ്പെടുന്ന കർമ്മങ്ങളായിരിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ അധ്യായം 103-ാമത്തെ വചനത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി. എന്തേ ഖുർആൻ അവിടെ പറഞ്ഞത്? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല. പ്രവാചകനോട് ഖുർആൻ പറഞ്ഞു, നീ പറയുക, പ്രഖ്യാപിക്കുക. എന്താ നീ പറയേണ്ടത്? ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല. നിങ്ങളുടെ അമലുകൾ നഷ്ടം വരുത്തുന്നവരെക്കുറിച്ച്, അത് നഷ്ടപ്പെട്ടു പോകുന്നവരെക്കുറിച്ച് നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? രൂപം നഷ്ടപ്പെട്ട ഇപ്പോൾ നമുക്ക് മനസ്സിലായി, അതിന് മൂല്യം നഷ്ടപ്പെട്ടത് നമുക്ക് മനസ്സിലായി. നമ്മുടെ അമല് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് നാം നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെയോ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഖുൽ, നീ പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്താണ് അവർ? അല്ലദീന ളല്ല സഅയും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. അവരുടെ പ്രയത്നങ്ങൾ, അവരുടെ അധ്വാനങ്ങൾ പിഴച്ചുപോയിരിക്കുന്നു. ഐഹികമായ ജീവിതത്തിലെ ഈ ദുനിയാവിലെ അവരുടെ അമലുകൾക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? അത് പിഴച്ചു പോയിരിക്കുന്നു. അവർ വിചാരിക്കുന്ന എന്താണ്? ഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. ഞങ്ങൾ നല്ലതാ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പോരാ? നമ്മൾ നല്ലതാന്ന് വിചാരിച്ച് ചെയ്താൽ പോരാ, എന്തുകൂടി ആകണം? നമ്മുടെ അമല് നല്ലതാവണം, നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതായിരിക്കണം. അപ്പോൾ മാത്രമാണ് അത് ബാക്കിയാത്തു സാലിഹാത്തായി മാറുന്നത്. അത് നമ്മൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചത് കൊണ്ടായില്ല. അങ്ങനെയാണല്ലോ മതരംഗത്ത് ബിദ്അത്തുകൾ കടന്നു വന്നത്. ബിദ്അത്തുകൾ കടന്നു വന്നിരിക്കുന്ന വഴികൾ നമ്മൾ പരിശോധിച്ച് നോക്കൂ. ആ ബിദ്അത്തുകൾ പ്രവർത്തിക്കുന്ന ആളുകളുടെ ന്യായവാദങ്ങൾ നമ്മളെടുത്ത് അവലോകനം നടത്തി നോക്കൂ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? അവിടെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം എന്താണ്? വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അവിടെ ബോധ്യപ്പെടുന്നത് പലപ്പോഴും പലരും പറയാനുള്ളത് അത് നല്ലതല്ലേ 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 എന്ന് പറഞ്ഞിട്ടാണ്. പ്രവാചകനും അത് പറയുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് എവിടെ എത്തി? പ്രവാചകൻ്റെ ജന്മദിനത്തിന് പ്രാധാന്യം കൽപ്പിക്കുവാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോലും ഇർത്തഖത്തു അലൽ ഹത്ത ഗൈറ ഹസ്രിൻ വാദദ് എന്ന് വരെ ചെല്ലുന്നിടത്തെത്തി. ഞാൻ ഒട്ടനവധി പാപങ്ങളിൽ കയറി സഞ്ചരിക്കുകയാണ് എന്ന് പ്രവാചകനോട് താണുകേട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ മനുഷ്യൻ എത്തിപ്പെട്ടു. എന്താണ്? നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ പല നന്മകളും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു. ദുആ നല്ലതല്ലേ, കാര്യങ്ങൾ ജമാഅത്തായി ചെയ്യുന്നത് നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയും നല്ലതല്ലേ എന്ന ചിന്തയിലേക്ക് വന്നു. നമ്മൾ ആലോചിച്ച് നോക്കും. ഓരോന്നും അതിൻ്റെ നിബന്ധനകളുണ്ട് മതത്തിന്. ഇൻഷാ അല്ലാഹ് 1-2 കാര്യങ്ങൾ നമുക്ക് അവസാനം സൂചിപ്പിക്കാം. അപ്പോൾ നമ്മൾ അമലു സാലിഹാത്തായി മാറണമെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേവലം നല്ലതല്ലേ എന്ന് നാം വിചാരിച്ചത് കൊണ്ടായില്ല, അത് മൂല്യമുള്ളതായി നല്ലതായി അള്ളാഹുവിങ്കൽ അംഗീകാരമുള്ള പ്രവർത്തനങ്ങളായിരിക്കണം എന്നുള്ളതാണ് ഖുർആൻ സൂചിപ്പിച്ചത്. എന്ന് ഖുർആൻ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. നമ്മൾ ഉലൈകല്ലദീന കഫറൂ ബി ആയാത്തി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ റബ്ബിൻ്റെ ആ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ, അതിൽ വിശ്വസിക്കാത്ത ആളുകൾ, വലിഖാഇഹി, അവനെ കണ്ടുമുട്ടുന്നതിനും വിശ്വസിക്കാത്ത ആളുകൾ, ഫഹബിത്വത് അഅമാലുഹും, അവരുടെ അമലുകളെല്ലാം നിഷ്ഫലമായി പോയി. എന്നിട്ട് ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗം നോക്കൂ സഹോദരങ്ങളെ. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. അവിടെ പരലോകത്ത് അവരുടെ അമലിന് യാതൊരു വെയിറ്റുമില്ല, യാതൊരു തൂക്കവുമില്ല, യാതൊരു മൂല്യമില്ല. മൂല്യമില്ലാത്ത നോട്ട്, മൂല്യമില്ലാത്ത അമല് ചേർത്ത് വെച്ചൊന്ന് പരിശോധിച്ചു. മൂല്യമില്ലാത്ത നോട്ട് എന്ന് ആർക്കും മനസ്സിലാവും, ഏത് വയോവൃദ്ധനും മനസ്സിലാവും, ഏത് പടുജാഹിലിനും അറിയാം. ആ മൂല്യമില്ലാത്ത അമലിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള അമലുകളായി മാറാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കരുതിക്കൂട്ടിയുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടിയ ഇഖ്ലാസോടുകൂടിയ പ്രവർത്തനങ്ങളായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. അന്ന് അന്ത്യദിനത്തിൽ അവിടെ പ്രവർത്തനത്തിന് യാതൊരു നിലനിൽപ്പുണ്ടായിരിക്കുകയില്ല. എന്നിട്ട് ദാലിക ജസാഉഹും ജഹന്നം ബിമാ കഫറു വത്തഖദു ആയാതി വറുസുലി ഹുസ്വ എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. അവർക്ക് നരകമാണുള്ളത് എന്ന് ഖുർആൻ അവിടെ അവരുടെ പരിഹാസ്യമായി തീരുന്ന ആ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ സൂചിപ്പിക്കും. ഇനി നോക്കൂ, നമ്മൾ വിശ്വാസമില്ലാത്ത സത്യനിഷേധികളായ ആളുകളുടെ കർമ്മങ്ങൾ, അതാണ് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചത്. അമലുസാലിഹാത്ത് എപ്പോഴും ഈമാനോടുകൂടിയായിരിക്കണം. വിശ്വാസമുള്ള അമലുകൾക്ക് മാത്രമേ സ്വീകാര്യതയും അംഗീകാരവും പ്രതിഫലവുമുള്ളൂ. ആ വിശ്വാസമില്ലാത്ത അമലുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നമുക്ക് വിശദീകരിച്ചിരുന്നു. നോക്കൂ, നമ്മൾ വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖീഅ, ഖുർആൻ അവിടെ വിശദീകരിച്ചിരിക്കും. നമുക്ക് കാണാൻ സാധിക്കും സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം
അവരുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ എന്തുപോലെയാണ്? മരീചിക പോലെയാകുന്നു, മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു. എന്താ മരുഭൂമിയിലെ മരീചിക എന്ന് പറഞ്ഞാൽ? യഹ്സബുഹുല്ലം ആനുമാഹ ഹത്താ ഇദാ ജാഹു ലം യജിദുഹു ഷൈഅ. ദാഹിച്ചിരിക്കുന്നവൻ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ ആ തീപ്പാറുന്നത് കാണുമ്പോൾ അവൻ്റെ വിചാരം എന്താ? അത് വെള്ളമാണ്, ജലാശയമാണ്, അവിടെ എത്തിയാൽ വെള്ളം ലഭിക്കും, അത് കുടിച്ചുകൊണ്ട് ദാഹം തീർക്കാം എന്ന പ്രതീക്ഷയോടുകൂടിയാണ് കടന്നു വരുന്നത്. അവൻ ഒട്ടകപ്പുറത്ത് ആ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് അവൻ കാണുന്ന ആ മരീചികയിലെത്തുമ്പോൾ അത് കേവലം മരുഭൂമി മാത്രമാണ്, അവിടെ മരുപ്പച്ചകളില്ല. വീണ്ടും അവൻ കാണുന്നത് മരീചിക തന്നെയാണ്, തീപ്പാറിക്കൊണ്ടിരിക്കുന്ന ആവി മാത്രമാണ് അവന് കാണാൻ സാധിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് പോകുന്ന ആവിയല്ല, അവിടെ ലഭിക്കുന്ന മരുപ്പച്ചകളില്ല. അവൻ ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ, ദാഹം തീർക്കുവാൻ, ക്ഷീണം മാറ്റുവാൻ, വിശപ്പകറ്റുവാൻ അവൻ പ്രതീക്ഷയോടുകൂടി കടന്നു ചെല്ലുന്നിടത്ത് അവൻ ഒന്നുമില്ല. അല്ലം യജിദുഹു ഷൈഅ. ഖുർആൻ പറഞ്ഞിരിക്കുന്നു, അവൻ അവിടെ ഒന്നിനെയും കണ്ടെത്തുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തുന്നു വജദല്ലാഹ ഇൻദഹു വഫാഹു ഹിസാബഹു. സഹോദരങ്ങളെ, നമുക്ക് കണ്ടുമുട്ടാനുള്ളത് ആരെയാണ്? നമുക്ക് കണ്ടുമുട്ടാനുള്ളത് എന്തിനെയാണ്? അവിടെയാണ് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുന്നത്. നമുക്ക് നമ്മുടെ സമീപത്ത് കണ്ടെത്താൻ സാധിക്കുന്നത് പടച്ചതമ്പുരാനെയാണ്. അവനാണ് നമ്മുടെ കണക്ക് തീർത്തു തരുന്നവൻ. വല്ലാഹു സരീഉൽ ഹിസാബ്. അവൻ നമ്മുടെ കണക്ക് വേഗം നോക്കാൻ കഴിവുള്ളവനാണ്. വളരെ പെട്ടെന്ന് തന്നെ കണക്കൊക്കെ പരിശോധിക്കും. ATM കൗണ്ടറിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന മാതിരി കാത്തു നിൽക്കേണ്ട പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ വളരെ എളുപ്പം നമ്മുടെ വിചാരണകൾ അവൻ പൂർത്തിയാക്കി തരും. ആ വിചാരണകൾ പൂർത്തിയാക്കപ്പെടുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചിടത്തോളമുള്ള ബോധം നമുക്കുണ്ടോ സഹോദരങ്ങളെ? അവിടേക്ക് അവനെ കണ്ടുമുട്ടുമെന്ന ബോധത്തോടുകൂടി, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന ചിന്തയോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കുക. അപ്പോൾ നമ്മുടെ ബാക്കിയാത്തു സ്വാലിഹാത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വരാതിരിക്കാനുള്ള സൂക്ഷ്മത. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറുള്ള സൂറത്തുൽ ആഷിയായിലെ വചനങ്ങൾ എന്താ? സൂറത്തുൽ ആഷിയായുടെ തുടക്കത്തിൽ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിരുന്ന കാര്യം എന്താ? നമ്മൾ പരിശോധിച്ച് നോക്കൂ. നമുക്കെല്ലാവർക്കും സുപരിചിതം, നമുക്കറിയാവുന്ന ആയത്തുകളാണ്, അർത്ഥം പോലും പറയേണ്ടതില്ല. ഹല്ലാത്താക ഹദീസുൽ ആഷിയ ഉജൂഹുൻ യൗമയിദിൻ ഹാഷിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. സഹോദരൻ, നമ്മൾ ചോദിച്ചു, എല്ലാത്തൊരു പ്രയോഗമല്ലേ ഖുർആൻ നടത്തിയത്? എന്താ ഖുർആൻ അവിടെ പറഞ്ഞത്? മൂടുന്ന സംഭവത്തിൻ്റെ വർത്തമാനം നിനക്ക് വന്നു പോകും. അന്ന് ചില മുഖങ്ങൾ വിനയാന്വിതമായിരിക്കും, താഴ്മയോടുകൂടി കടന്നു വരും. എന്താ അവരുടെ അവസ്ഥ? ഒരു പണിയുമെടുക്കാത്തവരല്ല, അലസന്മാരല്ല, വെറുതെ ഇരുന്നവരല്ല, മടിയന്മാരല്ല. ആമിലത്തുൻ നാസിബ. അവർ അധ്വാനിച്ച് പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുന്നു. ഇതെന്നെയും നിങ്ങളെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വല്ലാത്തൊരു വചനമാണ്. നമ്മൾ കുറേ ഓടി നടന്ന്, കുറേ പ്രവർത്തിച്ച്, കുറേ ത്യാഗം ചെയ്ത്, കുറേ ദൈവത്തെ നടത്തി എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ മനസ്സമാധാനത്തിലിരിക്കുക. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ദഅവത്ത് ഫലപ്രദമാണോ? നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകാര്യയോഗ്യമാണോ? നമ്മൾ ഉറക്കൊഴിച്ച കാര്യങ്ങൾ നേട്ടമുള്ളതാണോ? നമ്മൾ ചെലവഴിച്ച പണം അർത്ഥവത്താണോ? ഈ നിലക്ക് നമ്മളെടുത്ത് വിലയിരുത്തി നോക്കിയാൽ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഖുർആൻ്റെ ആ ചോദ്യം ആമിലത്തുൻ നാസിബ എന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്ത് എന്താ പറഞ്ഞത്? പ്രവർത്തിച്ച് ക്ഷീണിച്ചവനെക്കുറിച്ച്, അധ്വാനിച്ച് തളർന്നവനെക്കുറിച്ച് എന്താ പറഞ്ഞത്? തസ്ലാ നാറൻ ഹാമിയ. ചൂടേറിയ അഗ്നിയിൽ കിടന്നെരിയുന്നതാണ്. എന്താ ഖുർആൻ പറഞ്ഞതിനർത്ഥം? എന്താ ഇതിനർത്ഥം? നമ്മുടെ അമലുകൾ സ്വീകാര്യയോഗ്യമല്ലാതായിത്തീരുന്ന അമലുകളെക്കുറിച്ചാണ് ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. അവരവിടെ കുടിപ്പിക്കപ്പെടുന്ന മറ്റു കാര്യങ്ങൾ വിശദീകരിക്കും, ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കുക, വളരെ പ്രധാനമാണ് നമ്മുടെ അമലുകളെ നല്ലതാക്കി മാറ്റുവാൻ, നല്ല നിയ്യത്തോടു കൂടിയായിത്തീരാൻ, നല്ല ഇഖ്ലാസോടു കൂടിയായിത്തീരാൻ, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടായിത്തീരാൻ, അതിനെ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റുവാൻ. അത് ഇല്ലാതെ നമുക്ക് പോയാൽ നമുക്ക് യഥാർത്ഥത്തിൽ അതുകൊണ്ടുണ്ടായിത്തീരുന്ന നഷ്ടം നാളെ പരലോകത്ത് വട്ടപൂജ്യമായിരിക്കും, ശുദ്ധമായ ശൂന്യതയായിരിക്കും, മരുഭൂമിയിലെ മരീചികയായിരിക്കും. നമ്മുടെ അധ്വാനങ്ങൾ മുഴുവനും നിഷ്ഫലമായി തീരുമ്പോൾ തസ്ലാ നാറൻ ഹാമിയ, ചൂടേറിയ അഗ്നിയായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ പണിയെടുക്കേണ്ട രൂപത്തിൽ പണിയെടുക്കണം, പ്രവർത്തിക്കേണ്ട രൂപത്തിൽ പ്രവർത്തിക്കണം. നമ്മുടെ അമലുകളെ ഏറ്റവും നല്ല അമലുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്വീകാര്യയോഗ്യമല്ലാതായിത്തീരുന്ന അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ചില കർമ്മങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമുക്ക് സുപരിതമാണ്. ഒന്ന്, നമ്മുടെ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ്? പരലോകത്ത് ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന അമല അതാണ്. ഇസ്ലാമിൻ്റെയും കുഫറിൻ്റെയും ഇടയ്ക്കുള്ള വ്യത്യാസം എന്താണ്? സ്വലാത്താണ്, നമസ്കാരമാണ്, നമുക്കറിയാം. ആ നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ്റെ പ്രയോഗം നോക്കൂ നമ്മൾ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരക്കാർക്കാണ് നാശം, അവർ അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധരാകുന്നു. വിശദീകരണം ആവശ്യമില്ല. ഈ ഉത്ഭുതമായ സദസ്സിനെ ഒട്ടും വിശദീകരിക്കേണ്ടതില്ല, സൂചനകൾ മാത്രം മതി എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വരികൾക്കിടയിലൂടെ വായിക്കാതെ വരികളിലൂടെ മാത്രം കടന്നു പോകും.
അയച്ചോക്കുക നമ്മൾ ഫവൈലുൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ. അപ്പം നിസ്കരിക്കുന്ന നമ്മൾ ഇത്ര ആലോചിക്കണം, നമ്മുടെ നമസ്കാരം ശ്രദ്ധയോടുകൂടിയാണോ? നമസ്കാരത്തിൻ്റെ ശ്രദ്ധ രണ്ട് തരത്തിലുണ്ട്. എന്താ രണ്ട് തരത്തിലുള്ള ശ്രദ്ധ? ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങി അല്ലെങ്കിൽ നിയ്യത്ത് മുതൽ തന്നെ അത് സലാം വീട്ടുന്നത് വരെ ഉള്ള അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട രൂപഭാവങ്ങളും അതിൽ ചെല്ലേണ്ട കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ക്രമത്തിലും രൂപത്തിലും മനസ്സിൽ തട്ടിയും ഉള്ളറിഞ്ഞും കൃത്യമായും നിർവഹിക്കാൻ സാധിക്കുക. അഥവാ നമസ്കാരത്തിൻ്റെ രൂപഭാവങ്ങൾ ശരിയായിരിക്കുക. രണ്ടാമത്തതോ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തണം. തടഞ്ഞു നിർത്തുന്നുണ്ടോ? കൃത്യമായി ജമാഅത്തിന് ഒന്നാം സഫിൽ ഓഫീസിൽ നിന്ന് അഴിമതി വാങ്ങാൻ ഒന്നാമത്തെ മുമ്പിൽ സാബിക്കൂൻ രണ്ടിടത്തും ആലോചിക്കാം. നമ്മൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നിടത്ത് ബാങ്ക് കേട്ടാൽ ഉടനെ കച്ചവടം നിർത്തിവെച്ച് ജമാഅത്തിന് ഒന്നാമത്തെ സഫിൽ. എന്തിനു വരെ കള്ളു കുടിക്കുന്നവനെ പോലും പള്ളിയിൽ കാണുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാത്ത നമസ്കാരം, തിന്മകളിൽ നിന്ന് നമ്മെ തടയാത്ത നമസ്കാരം, അത് അമലു സാലിഹാത്ത് യഥാർത്ഥത്തിൽ ബാക്കിയാത്തു സാലിഹാത്താണോ? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഫവൈലുൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഓരോ ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ച് പരിശോധിക്കുക. രാവിലെ എഴുന്നേറ്റ് സുബഹി നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന നമ്മുടെ ജീവിതം സഹോദരങ്ങളെ, അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും ളുഹറിനെ ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ വീണ്ടും അസറിന് വീണ്ടും അനുസ്മരിക്കുന്ന, വീണ്ടും മാരിവാകുമ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്ത, ഇശാക്ക് കിടന്നുറങ്ങുന്നതിന് മുമ്പേ നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുന്ന നമസ്കാരം, ഇങ്ങനെ നിരന്തരം 5 തവണ നിർബന്ധമായി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എവിടെയാ പാപങ്ങൾ ഉണ്ടാവുക? എവിടെയാ നമുക്ക് കുറ്റം ചെയ്യാൻ സമയം? എവിടെയാ നമുക്ക് തിന്മകൾ പ്രവർത്തിക്കാനുള്ള വഴിയുള്ളത്? എവിടെയാണ് ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ? എവിടെയാണ് ദുസ്വഭാവം ഉണ്ടാവുക? എവിടെയാണ് ആ നിലക്കുള്ള ഏതെങ്കിലും ദോഷകരമായ കാര്യങ്ങളുമായി രാജിയാകാൻ നമുക്ക് സാധിക്കുന്ന അവസരം ഉണ്ടാവുക? സകലമാന തിന്മകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും കൊള്ളരുതായ്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന രൂപത്തിൽ നമസ്കാരം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ ഇല്ലേ എന്ന് നാം ഓരോരുത്തരും സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക. അത്രമാത്രമേ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതുപോലെ തന്നെ ദാനധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദ. ഏ വിശ്വാസികളെ, ആരെയാ അഭിസംബോധന? ഏ മനുഷ്യരെ എന്നല്ല, ഏ മനുഷ്യരെ എന്നല്ല. യാ അയ്യുഹല്ലദീന ആമനൂ, എന്നെയും നിങ്ങളെയുമാണ്. നമ്മുടെ മനസ്സിൽ തട്ടുന്ന വിളിയാണ്, നമുക്ക് ഉൾവിളിയായി മാറണം സഹോദരങ്ങളെ. നമ്മോടാണ് ഖുർആൻ സംവദിക്കുന്നത്. എന്താ പറഞ്ഞത്? ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദ. നിങ്ങൾ ദാനധർമ്മം ചെയ്തിട്ട് നിങ്ങളുടെ ദാനധർമ്മങ്ങൾ അത് എടുത്തു പറയുകയും അതിൻ്റെ പേരിൽ ഗുണഭോക്താവിനെ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ നിഷ്ഫലമാക്കി കളയരുത്. അപ്പോൾ അതിനർത്ഥം എന്താ? നമ്മളെന്തെങ്കിലും കൊടുത്ത് ഞാൻ പണ്ടങ്ങനെ കൊടുത്തിട്ടാ, അല്ലെങ്കിൽ ഓൻ അങ്ങനെ കിട്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്ന ന്യായങ്ങൾ നമ്മൾ പണ്ടൊക്കെ ഓൻ്റെ കഥ എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ചെയ്തതിൻ്റെ അതുപോലെ തന്നെ നമ്മളെടുത്ത് അത്ര കൊടുത്തു ഇത്ര കൊടുത്തു എന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് വല്ലാത്ത ഒരാവേശമാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ മന്നും അതയും അഥവാ നമ്മൾ കൊടുക്കുന്നത് എടുത്തു പറയുന്ന സ്വഭാവമോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തതിൻ്റെ പേരിൽ ആ ഗുണഭോക്താവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്ന, പണ്ടൊക്കെ നാടൻ ശൈലിയിൽ പറയാറുണ്ട്, തലക്കെട്ടെടുത്ത് കക്ഷത്ത് വെക്കണം എന്നെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു ആ ദാനം അതോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പരിശോധിക്കുക. അതുപോലെ തന്നെ ഖുർആൻ സൂചിപ്പിച്ചു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരുപാട് കാര്യങ്ങൾ സഹാബിവര്യന്മാർ അവർക്ക് ഏറ്റവും പ്രിയങ്കരമായ തോട്ടം ദാനം ചെയ്ത സംഭവമൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നമ്മൾ ചെലവഴിക്കുന്നത് വരേക്കും നമ്മൾ പുണ്യം പ്രാപിക്കുകയില്ല. ദൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ അറിയിക്കും. അപ്പം ബാക്കിയാത്തു സാലിഹാത്ത് മെച്ചപ്പെടുത്താനുള്ള മാർഗം എന്താ? നമ്മുടെ അമലുകളെ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റാനുള്ള വഴി എന്താണ് സഹോദരങ്ങളെ? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഖുർആൻ ആ കാര്യം വളരെ കൃത്യമായി നമുക്ക് പരിചയപ്പെടും. ദാനധർമ്മങ്ങൾ സ്വീകാര്യയോഗ്യമായി തീരണമെങ്കിൽ അത് ഇഖ്ലാസോടുകൂടിയായിരിക്കണം. അത് എടുത്തു പറയാൻ പാടില്ല. അതുകൊണ്ട് ഗുണഭോക്താവിൽ എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിക്കാൻ പാടില്ല. അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രയാസം ആ ഗുണഭോക്താവിനെ ഏൽപ്പിക്കാൻ പോലും പാടില്ല. മാത്രമല്ല, നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് പ്രിയങ്കരമായ അതിൽ നിന്നായിരിക്കണം നമ്മൾ ചെലവഴിക്കേണ്ടത് എന്ന രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പമല്ല. മുമ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പള്ളിയിൽ നിന്ന് ഫിത്ർ സക്കാത്തിൻ്റെ അരി വാങ്ങാൻ വേണ്ടി വരുമ്പോൾ വലിയമാടിയിലേക്ക് ഫിത്ർ സക്കാത്തിൻ്റെ അരി വാങ്ങാൻ വേണ്ടി ചെന്നാൽ സാധാരണ കച്ചവടക്കാർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അല്ല, വാരാനുള്ള അരിയല്ലേ വരിയെന്ന്. ഇപ്പം വാരാനുള്ള അരിയല്ലേ വരിയെന്ന് പറഞ്ഞാൽ തന്നെ അല്ല, ആ വാരാനുള്ള അരി ഒരു പ്രത്യേക അരി, ആ ചാക്കരി വാങ്ങിയാൽ മതി എന്നാണ്. അത് നമുക്കൊരു ചാക്കരി വാങ്ങാൻ പോയാലോ
അതിൻ്റെ ക്വാളിറ്റിയും ആര്യൻ്റെ മേന്മയും അതിൻ്റെ വിലയൊക്കെ നമ്മൾ ചോദിച്ചിട്ട് എടുക്കുള്ളൂ. മറ്റേ വാരാണല്ലായിരിക്കും അത് മതി എന്നൊരു ധാരണ മുമ്പിടായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഏതാണ്ട് നമ്മളതിൽ ഒക്കെ ഉത്ഭുതരായി. നല്ല ഏറ്റവും മെച്ചപ്പെട്ട അരി എൻ്റെ പിതൃസക്കാത്ത് നമ്മൾ പഠിച്ചു. പണ്ടെനിക്ക് ഓർമ്മയുണ്ട്, റേഷൻ അരി വാങ്ങിയിട്ട് പിതൃസക്കാത്ത് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നൊരു കാലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു, ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ. ഞാൻ പറഞ്ഞത് കൊടുക്കുന്ന സാധനം പോലും അതിൻ്റെ ഒത്താൽ മതി എന്നായിരുന്നു ചിന്തയുണ്ടായിരുന്നു. ആ ഒത്താൽ മാത്രം പോരാ, അതിൻ്റെ ഗുണമേന്മയുള്ളതായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത യഥാർത്ഥ ദാനം ചെയ്യുന്ന വസ്തു. നമുക്കറിയാമല്ലോ, ഉലൂഹിയത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ ക്വാളിറ്റി വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിൻ്റെ നിറമടക്കം, അതിൻ്റെ ഗുണമടക്കം, അതിൻ്റെ ന്യൂനതകളില്ലാത്ത വിധം, അതിൻ്റെ കളറടക്കം, അങ്ങനെ തുടങ്ങി നോക്കൂ. നമ്മൾ വളരെ ചെറിയ ഒരു ന്യൂനത പോലും ആ ഉലൂഹിയത്തിന് മൃഗത്തിന് പോലും ഇല്ലാതെ നമ്മൾ കണ്ടാൽ അഴക് തോന്നുന്ന മനോഹരമായിരിക്കുന്ന മൃഗമായിരിക്കണം അതിനു വേണ്ടി പോലും തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചാൽ ചെലവഴിക്കുന്നതിൻ്റെ മെച്ചം അത് യഥാർത്ഥത്തിൽ നമുക്ക് മെച്ചപ്പെട്ടതായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആ പ്രവാചക വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം നമ്മളുടെ അടുത്ത് പരിശോധിച്ച് നോക്കുക. ഇനി നോക്കൂ, നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞത്? നോമ്പെന്ന അമലു സ്വാലിഹാത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞത്? ഫമല്ലം യത് ഖൗലസൂർ വല്ലമലു ബിഹി. ചീത്തയായ വാക്കുകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കാത്ത നോമ്പുകാരൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മളെടുത്തിരിക്കുന്ന നോമ്പ് കേവലം പട്ടിണി കൊണ്ടല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നതല്ല. ചീത്തയായ വാക്കുകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കാത്ത നോമ്പുകാരൻ നോമ്പെടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ലക്ഷങ്ങൾ മുടക്കി ഹജ്ജ് ചെയ്തുകൊണ്ട് ഇന്ന് പിറന്നു വീണ കുഞ്ഞിനെ പോലെ ശുദ്ധമാവാൻ പോകുന്ന മനുഷ്യനെക്കുറിച്ച് ഖുർആൻ്റെ പരാമർശം എന്താ? അവിടെയും ഖുർആൻ പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആ ഹജ്ജിന് പോകുമ്പോൾ ഫമൻ ഫറള ഫി ഇന്നൽ ഹജ്ജ ഫലാ റഫസ ഫലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അവിടെ സ്ത്രീ പുരുഷ സംസർഗമുണ്ടാകരുത്, ദുർവൃത്തികൾ ഉണ്ടാകരുത്, വഴക്കുകൾ പോലും ഉണ്ടാകരുത്. ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ അവിടെ വഴക്ക് പോലും ഉണ്ടാകരുത്. നമ്മുടെ ഹജ്ജ് സ്വീകാര്യോഗ്യമായി തീരാൻ മഖ്ബൂലും മബ്റൂറുമാകണമെന്നൊക്കെ പറയാൻ വളരെ ദുആ ചെയ്യണമെന്ന് പറയാൻ സുഖമാണ്, ദുആ ചെയ്യാൻ സുഖമാണ്. പക്ഷേ അത് മഖ്ബൂലും മബ്റൂറാക്കി മാറ്റാനുള്ള പണി എന്താണെന്ന് പോയി നോക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ പോകാൻ അവസരം ലഭിച്ചൊരു സഹോദരൻ എന്നുള്ളതൊക്കെ ഞാൻ പറയുന്ന അനുഭവത്തിൽ നിന്ന് നമ്മളെ എല്ലാ ക്ഷമയും പോവും. ഇവിടുന്ന് ക്ഷമയെക്കുറിച്ച് കേട്ട പ്രസംഗമൊക്കെ അർത്ഥവത്താന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒന്ന് ലേറ്ററിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോൾ മനസ്സിലാവും. മുട്ടോട് മുട്ട ആൾക്കാർ മുട്ടിയിട്ട് പോയ മനുഷ്യനെ ഓനെ മുട്ടിയിട്ട് നമ്മൾ ഇടങ്ങറാക്കണോ? അത്ര പോലും ആരെങ്കിലും ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുത്തിരിക്കുമോ? മുട്ടോട് മുട്ട അത്ര പോലും നമുക്കൊന്നും ക്ഷമല്ല. നമ്മളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മൾ അവിടെ പോലും നമ്മൾ വഴക്കുണ്ടാക്കുകയാണ്. ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും വലിയ ശബ്ദങ്ങളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, യഥാർത്ഥത്തിൽ ആ ഹജ്ജ് പോലും സ്വീകാര്യവും. അപ്പം നമ്മുടെ ആ വാഖിയാത്തു സാലിഹാത്താണെങ്കിൽ നമ്മൾ നിസ്കരിച്ചത് കൊണ്ടായില്ല, നോമ്പെടുത്തത് കൊണ്ടായില്ല, സക്കാത്ത് കൊടുത്തത് കൊണ്ടായില്ല, ദാനം ചെയ്തത് കൊണ്ടായില്ല, ഹജ്ജ് ചെയ്തത് കൊണ്ടായില്ല. നമ്മൾ സാധാരണ അനുഷ്ഠിക്കാറുള്ള ഇസ്ലാം കാര്യങ്ങളായി പഠിക്കുന്ന ആ കർമ്മങ്ങൾ പോലും നമുക്ക് ക്വാളിറ്റിയുള്ള അമലുകളാക്കി മാറ്റണമെങ്കിൽ അതിൻ്റേതായ സിഫത്തുകൾ ഒത്ത രൂപത്തിലുള്ള അമലുകളാക്കി മാറ്റണം എന്നതാണ് വളരെ പരിമിതമായി ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇതെല്ലാം തന്നെ പ്രമാണബന്ധിതമായിരിക്കണം. അതായത് ഞാൻ നേരത്തെ നമുക്ക് അവസാനം സൂചിപ്പിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം? അത് പ്രമാണബന്ധിതമായിരിക്കണം. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിന്തുണ ഉണ്ടാകണം. വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക, അവൻ നിരോധിച്ചതെന്തോ അത് നിങ്ങൾ വർജിക്കുകയും ചെയ്യുക. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല. അവിടെയും ഖുർആൻ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്. അപ്പോൾ ഖുർആനും സുന്നത്തും പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത അമലുകൾക്ക് എന്തുണ്ടാവില്ല? പരലോകത്ത് പ്രതിഫലമുണ്ടാകില്ല. നമുക്കറിയാമല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിക്കാൻ വേണ്ടി വന്ന 3 ആളുകളുടെ അനുഭവം. രാത്രി പ്രവാചകൻ നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്. സുന്നത്ത് നോമ്പുകളുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭാര്യയും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കാറുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാറുണ്ട്. 3 ആളുകൾ പറഞ്ഞു, അതാരാണ് മഹാനായ പ്രവാചകൻ, പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ, മൗസൂമായ പ്രവാചകൻ. നമ്മളിവിടെ നിൽക്കുന്നു. എനിക്കിനി ഉറക്കമില്ല എന്നും രാത്രി നമസ്കാരം മാത്രമാണ്. എനിക്കിനി ഭാര്യയും കുടുംബങ്ങളുമില്ല, ഞാൻ പരലോക ചിന്തയിൽ മാത്രം മുഴുകി ജീവിക്കുകയാണ്. എനിക്കിനി നോമ്പില്ലാത്ത ദിവസങ്ങളില്ല, എന്നും ഞാൻ വ്രതമനുഷ്ഠിക്കുകയാണ്. ഈ തീരുമാനങ്ങളുമായി പോയ 3 ആളുകൾ പ്രവാചകൻ കടന്നു വന്നപ്പോൾ, പ്രവാചകൻ്റെ പത്നിമാർ അക്കാര്യം വിശദീകരിച്ചപ്പോൾ അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയെല്ലാം പറഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് മൻ റഇബ അൻ സുന്നത്തി ഫലൈസ, എൻ്റെ സുന്നത്തിനെ, എൻ്റെ ചര്യയെ പിൻപറ്റാൻ ആഗ്രഹിക്കാത്തവർ, അതിനെ അവഗണിക്കുന്നവർ, അതിനോട് മോശമായ നിലക്ക് സമീപനം സ്വീകരിക്കുന്നവർ നമ്മിൽപ്പെട്ടവരല്ല. വല്ലാത്തൊരു പ്രയോഗമാണല്ലോ ഫലൈസ, നമ്മിൽപ്പെട്ടവരല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താവണം? അത് ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് പ്രമാണങ്ങളുടെ പിൻബലത്തോടു കൂടിയായിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ പ്രവാചക വചനം കൂടി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഈ വിഷയത്തോട് ബന്ധപ്പെട്ടുകൊണ്ട്. നമ്മൾ ചർച്ച ചെയ്തത് ബാക്കിയാത്തു സാലിഹാത്ത്. നാളെ പരലോകത്ത് നമുക്ക് കൂട്ടായിത്തീരുന്ന ഹൈറായിരിക്കുന്ന ഏറ്റവും ഗുണപരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഗുണപരമായ പര്യവസാനം നമുക്ക് ലഭിക്കുന്ന ബാക്കിയാത്തു സാലിഹാത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷേ പരലോകത്ത് എത്തിപ്പെടുമ്പം ഒരു കൂട്ടരെക്കുറിച്ച് പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചിരുന്ന ഒരു അനുഭവം കൂടി നമ്മൾ വായിച്ചു നോക്കൂ. അതദറൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവൻ നിങ്ങൾക്കറിയുമോ? പ്രവാചകൻ്റെ ചോദ്യമാണ്. പാപ്പരായവൻ ആര്? സ്വാഭാവികമായും സഹാബികളുടെ മറുപടി ഖാലു അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ. പാപ്പരായവൻ എന്ന് പറഞ്ഞാൽ ആരാ? നമുക്കൊക്കെ അറിയാം. ആരാ പാപ്പരായവൻ? ഒരു നയാ പൈസയുടെ വകയില്ലാത്തവൻ, അതാണല്ലോ പാപ്പരായവൻ. ഒരു ദീനാറോ ദിർഹമോ ഇല്ലാത്തവൻ, ജീവിക്കാൻ വിഭവമില്ലാത്തവൻ. സഹാബികൾ പറഞ്ഞു. അവർ പറഞ്ഞ മറുപടി അതാണ്, മൻ ലാ ദിർഹമ ലഹു വലാ മതാ. അവർക്ക് ദിർഹമില്ല, മത്താ ഇല്ല, ജീവിക്കാനുള്ള വിഭവങ്ങളില്ല, അതിലാവശ്യമായ പണം കയ്യിലില്ല. അങ്ങനെയുള്ള ആളുകളാണ് പാപ്പരായവർ. പക്ഷേ പ്രവാചകൻ വിശദീകരിച്ചു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ, എൻ്റെ സമൂഹത്തിലെ. ഇവിടെയാണ് നമ്മൾ അടിവരയിടേണ്ടത്. മനുഷ്യ സമൂഹത്തിലെ നല്ല പറഞ്ഞത്, മിൻ ഉമ്മത്തി എന്ന പ്രയോഗം. എൻ്റെ സമൂഹത്തിലെ, എൻ്റെ ഉമ്മത്തുകളിൽപ്പെട്ടവരിൽ മുഫ്ലിസുകളായിരിക്കുന്ന ആളുകൾ, പാപ്പരായവരാരാകുന്നു? മൻ യഅതി യൗമൽ ഖിയാമ ലിസലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. അവർ പരലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. അവർ നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. നമസ്കരിക്കുന്നവരായിരുന്നു, നോമ്പെടുക്കുന്നവരായിരുന്നു, സക്കാത്ത് കൊടുക്കുന്നവരായിരുന്നു. ആ അമലുസാലിഹാത്തുമായിട്ടാണ് അവർ കടന്നു വന്നത്. പക്ഷേ വയത്തി കദിഷത്ത മഹാദ. പക്ഷെ അതോടൊപ്പം അവർ എന്ത് ചെയ്തിരിക്കുന്നു? മറ്റുള്ളവനെ ചീത്ത പറഞ്ഞിരിക്കുന്നു. വഖദഫഹാദ, മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചിരിക്കുന്നു. വഅഖല മാലഹാദ, മറ്റുള്ളവരുടെ ധനം അന്യായമായി ഭുജിച്ചിരിക്കുന്നു. വസഫിക ദമഹാദ, മറ്റുള്ളവരുടെ രക്തം അന്യായമായി ചിന്തിയിരിക്കുന്നു. വലറബഹാദ, എന്നിട്ട് അവർ മറ്റുള്ളവരെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നു. നമസ്കരിച്ചിരിക്കുന്നു, നോമ്പെടുത്തിരിക്കുന്നു, സക്കാത്ത് കൊടുത്തിരിക്കുന്നു, അതുപോലുള്ള അമലുകൾ പ്രവർത്തിച്ചിരിക്കുന്നു. അതോടൊപ്പം മറ്റുള്ളവരെ ചീത്ത പറയുകയും മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയുകയും മറ്റുള്ളവരുടെ ധനം അന്യായമായി തട്ടിയെടുക്കുകയും മറ്റുള്ളവരുടെ രക്തം അന്യായമായി ചിന്തുകയും മറ്റുള്ളവരെ മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്ന മർദ്ദകന്മാരായ ആളുകളടക്കം അവരെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അവരുടെ എല്ലാ തെറ്റുകളും അവരുടെ ജീവിതത്തിൽ അവിടെ പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ അവരുടെ നന്മകളെല്ലാം തന്നെ നാം ആരെയാണോ ആക്രമിച്ചത്, നാം ആരുടെ ധനമാണോ തട്ടിയെടുത്തത്, നാം ആരെയാണോ ചീത്ത വിളിച്ചത്, നാം ആരെക്കുറിച്ചാണോ അപവാദം പറഞ്ഞത്, നാം ആരുടെ രക്തമാണോ ചിന്തിയത്, അഥവാ നമ്മുടെ ഫലമായി ആരെല്ലാം ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഉദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ അവർക്ക് നമ്മുടെ ഹസനാത്ത് എടുത്ത് അങ്ങോട്ട് കൊടുക്കും. യുഅത ഹാദിഹിൽ ഹസനാത്ത്. നമ്മുടെ നിസ്കാരത്തിൻ്റെ കൂലി, നമ്മുടെ നോമ്പിൻ്റെ കൂലി, നമ്മുടെ സക്കാത്തിൻ്റെ കൂലി, നമ്മുടെ ഹജ്ജിൻ്റെ കൂലി, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ കൂലി, നമ്മുടെ അമലിൻ്റെ കൂലി ഒക്കെ അങ്ങോട്ട് കൊടുത്തു. അവസാനം ഇനി കൊടുക്കാൻ നന്മകൾ ബാക്കിയില്ലെങ്കിൽ അവസാനം അവരുടെ തിന്മ നമ്മുടെ മേൽ ചാർത്തപ്പെടുകയും ചെയ്യും. നമ്മുടെ അമലൊക്കെ തീരുകയും ചെയ്യും. തീർന്നിട്ടും നമുക്കത് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ തിന്മ എടുത്ത് നമ്മുടെ മേലേക്ക് ഇങ്ങോട്ട് ചാർജ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അവസാനം പ്രവാചകൻ പറഞ്ഞു, സുമ്മത്തുരിഹ ഫിന്നാർ, അവർ ചുരുട്ടി മടക്കി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ആരെക്കുറിച്ചാണ് ഈ പരാമർശം? മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ പാപ്പരായവരെ കുറിച്ചാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് വളരെ വ്യക്തമായി ബാക്കിയാത്തു സാലിഹാത്തായി തീരാൻ പറയാൻ വളരെ സുഖമാണ്. ബാക്കിയാത്തു സാലിഹാത്ത്, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ, നമ്മുടെ ഓരോ കർമ്മവും അവിടേക്ക് അംഗീകാരയോഗ്യമായ എന്നെന്നും നിലനിൽക്കുന്ന നമുക്ക് പ്രതിഫലാർഹമായ പുണ്യകരമായ കളങ്കമില്ലാത്ത യാതൊരു കോട്ടവും തട്ടാത്ത സാലിഹായ അമലുകളായി നിലനിർത്തണമെങ്കിൽ നാം എന്തുമാത്രം അധ്വാനിക്കേണ്ടതുണ്ട്, എത്രമാത്രം സൂക്ഷിക്കേണ്ടതുണ്ട്, എന്തുമാത്രം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ പരിമിതമായ സമയത്തിനുള്ള ഉണർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് എന്നോടുള്ള ചോദ്യമാണ്, നമ്മൾ ഓരോരുത്തരോടുള്ള ചോദ്യമാണ്. നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായൊരു ഞാനില്ല. നാം നമ്മളോട് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇവിടെ ഞാൻ ആവർത്തിക്കുന്നു, വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ആ നിലക്ക് സ്വീകാര്യോഗ്യമായ പ്രതിഫലാർഹമായ കർമ്മങ്ങളാക്കി മാറ്റാൻ നമ്മൾ പണിയെടുക്കുക. എവിടെയെങ്കിലും വീഴ്ചകളോ തകരാറുകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. നമ്മിൽ വന്നിരിക്കുന്ന വീഴ്ചകൾ അവൻ നമുക്ക് പരിഹരിച്ചിരുമാറാകട്ടെ. നമുക്കതെല്ലാം പുറത്തുവരികയും നമുക്ക് നാളെ പരലോകത്ത് സ്വർഗ്ഗപ്രവേശം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സ്വർഗ്ഗപ്രവേശം നൽകി അനുഗ്രഹിക്കുന്ന കുടുംബമാക്കി മാറ്റുമാറാകട്ടെ. അമൽ സാലിഹാത്തുകൾ കൂടുതൽ പ്രവർത്തിക്കുവാൻ, നന്മകൾ വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ പ്രവർത്തനങ്ങളെ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റാനും പരലോകത്ത് സ്വീകാര്യമോ യോഗ്യമായ അമലുകൾ ചെയ്യുവാനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ പൂർവികന്മാരായ പണ്ഡിതന്മാർ
നമുക്ക് ഈ സത്യത്തിൻ്റെ വെളിച്ചം നൽകിയ ആളുകൾ, നമ്മൾ ഓർക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥ. അവർക്കെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകാര്യയോഗ്യമായ അമലായി സ്വീകരിക്കുകയും മഹത്തായ പ്രതിഫലം നൽകി അവരെയും നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മുടെ പെരുമാറ്റത്തിലോ സമീപനത്തിലോ ജീവിതത്തിലോ നമ്മുടെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലോ മറ്റ് സാംസ്കാരിക രംഗങ്ങളിൽ എവിടെയെങ്കിലും നമ്മുടെ ദാവാ പ്രവർത്തനങ്ങളിൽ പോലും എന്തെങ്കിലും വീഴ്ചകളോ തകരാറുകളോ അപാകതകളോ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ ഞങ്ങൾക്ക് പരിഹരിച്ചിരിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളുമായി സജീവമായി ദൈവാരംഗത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് ഈ ആദർശ പ്രസ്ഥാനത്തിന് നീ കനിഞ്ഞരുളുകയും ചെയ്യണമേ നാഥ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.